അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഈ ആഴ്ച മലയാളത്തിൽ നിന്ന് റിലീസായിരിക്കുന്ന ഉന്മാദം എന്ന് പറഞ്ഞ സിനിമയുടെ ഡിസ്കഷൻ്റെ ഭാഗമായിട്ടാണ്. എഡിറ്ററായിരുന്ന കിരൺ ദാസിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. പിന്നെ ഇതിൻ്റെ റൈറ്റർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള റൈറ്റർ ഷാഹി കബീർ. അതായത് പോലീസ് സ്റ്റോറികൾ എഴുതാൻ ഇന്ന് മലയാളത്തിലുള്ള റൈറ്റേഴ്സ്മാരിൽ ഏറ്റവും ബെസ്റ്റ് റൈറ്ററാണ് ഷാഹി കബീർ. അതായത് ഒരു ഡീറ്റെയിൽ റൈറ്റിംഗ് എഴുതാൻ അതെ പുള്ളിയുടെ സാഹചര്യം അനുവദിക്കുന്നു. അതായത് അദ്ദേഹം ഒരു പോലീസുകാരനായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അത് ഒരുപാട് ഗുണം ചെയ്യുന്നു. സോ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഇന്ന ലെവലിലായിരുന്നു. കാര്യം ട്രെയിലർ ഭയങ്കരമായിട്ട് വർക്കായി. ഞാൻ കുറച്ച് എക്സ്പെക്ട് ചെയ്തു. ഇതിൻ്റെ വൺ ലൈൻ ട്രെയിലർ നീട്ടിയുണ്ട്. എനിക്ക് സിനിമ കണ്ടോണ്ടിരുന്നപ്പോൾ ആ ഒരു സ്ട്രക്ചർ, അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പടത്തിന്റെ ഒരു സ്ട്രക്ചർ ഈ പടത്തിനകത്ത് ഉണ്ട്, പക്ഷെ അത് തെളിഞ്ഞ് വന്നില്ല. എനിക്ക് സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ പടം കണ്ടോണ്ടിരുന്ന സമയത്ത് ഫസ്റ്റ് തുടങ്ങി പടം ഇങ്ങനെ മുമ്പോട്ട് പോയി, കോൺഫ്ലിക്റ്റ് തുടങ്ങി പടത്തിൻ്റെ മെയിൻ പോയിന്റിലേക്ക് വന്ന് ഫസ്റ്റ് ഹാഫ് കണ്ട് തീർന്നപ്പോൾ ഇൻ്റർവെല്ലായപ്പോൾ ഞാൻ മോനെ സൂപ്പർ പടം. അപ്പം തന്നെ ഞാൻ മൊബൈലിൽ നിന്ന് മെസ്സേജ് അയച്ചു, വിശാലേട്ടാ സിനിമ ഉടനെ കാണണം, നല്ല രസമുള്ള പരിപാടിയാണ്, നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടാവും എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. എന്നിട്ട് ഞാൻ സെക്കൻഡ് ഹാഫ് കാണായിരുന്നു. സെക്കൻഡ് ഹാഫ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഈ ഒപ്പീനിയൻസിൽ ചെറിയ 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 വേരിയേഷൻസ് ഇങ്ങനെ വന്ന് പടം വന്ന് തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം പുള്ളിക്ക് വീണ്ടും മെസ്സേജ് അയച്ചു, ചേട്ടാ ഫസ്റ്റ് ഹാഫ് ഗംഭീരമായി തോന്നി, സെക്കൻഡ് ഹാഫ് എനിക്ക് കുറച്ചധികം പ്രശ്നത്തിലൂടെ പോയി, ഒരു വിധത്തിൽ അത് അവസാനിപ്പിച്ചു എന്നേ ഉള്ളൂ. അന്ന് പറഞ്ഞു തീർന്നപ്പോൾ പുള്ളി പടം കാണാൻ തീർത്ത് കയറിയിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു രമണ എന്ന് പറഞ്ഞിട്ട്. അതെ അല്ല, ഞാനപ്പം ടിക്കറ്റ് എടുത്ത് ഇവന്റെ ഫസ്റ്റ് ഹാഫിന്റെ റിവ്യൂ കേട്ടിട്ട് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിനകത്ത് ഇരിക്കുമ്പോഴാണ് ഇവന്റെ സെക്കൻഡ് ഹാഫിന്റെ റിവ്യൂ വരുന്നത്. അപ്പം എന്റെ എക്സ്പെക്ടേഷൻസ് ഞാൻ ഓൾറെഡി റിവ്യൂവിനനുസരിച്ച് ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ചു. ഇനി സൗകര്യമായിട്ട് ഇനി ഇവിടുന്ന് ഞാൻ ഉയർന്നു പോകുന്നെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ എനിക്ക് സംഭവിച്ചത്, ഞാൻ ത്രൂ ഔട്ട് എൻഗേജ്ഡ് ആയിരുന്നു. ഈ പറയുന്ന സെക്കൻഡ് ഹാഫിന്റെ ഈ പോർഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ എന്താ പറയാ, ത്രൂ ഔട്ട് എനിക്ക് സങ്കടം തോന്നില്ല. പക്ഷെ എനിക്ക് സർപ്രൈസ് ചെയ്ത ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ, നീ വെച്ച ഫസ്റ്റ് ഹാഫിന്റെ അത്രയും എനിക്ക് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഓക്കെ, ഈ പടം നമ്മൾ ഉദ്ദേശിച്ച ലൈനിലേക്ക് അല്ല പോകുന്നൊരു ഫീലിംഗ് തരുന്ന കുറച്ച് എലമെന്റ്സ് ഉണ്ട്. മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഓക്കെ, എനിക്ക് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ഐഡിയ തോന്നി. ഞാൻ അത് കാരണം സെക്കൻഡ് ഹാഫിന് വെയിറ്റ് ചെയ്യാം. ഏതാ സംഭവം അങ്ങോട്ടാ പോണേ കേട്ടോ, പരിപാടി ഉണ്ട് എന്നൊക്കെ ലൈനിൽ ഇരിക്കുക. ഞാൻ അതിന്റെ ആ അതെ, ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫ് ഞാൻ ചിന്തിച്ച ലൈനിലല്ല പോയത്. ഇങ്ങനെ വേറൊരു റൂട്ടിലേക്ക് പോയി കുറച്ച് ജനറിക് ആയിട്ട് ആ ലൈനിൽ അങ്ങ് പോയി തീർന്നു പോയി. അല്ല, ഞാൻ ഇത് കാണുമ്പോൾ ഇവര് ഇടയ്ക്ക് വളരെ സ്ട്രോങ് ആയിട്ട് പുഷ് ചെയ്ത രണ്ട് സംഗതികളുണ്ട്. ഒന്ന്, അതിലേക്ക് വരുന്നതിന് ഈ പടത്തിന്റെ പേര് ഉന്മാദം എന്ന്. അപ്പൊ അതൊരു മേജർ എലമെന്റ്. ഇത് പടത്തിനകത്ത് ഈ വാക്ക് പറയുകയൊന്നുമില്ല. അപ്പം എൻ്റെ ഐഡിയ ഞാൻ പറയാം. അതായത് ഉന്മാദം എന്ന് പറയുന്നത് ഈ നമ്മുടെ മൈൻഡ് കൈവിട്ട് വേറൊരു പ്ലേസിൽ പോകുന്നതിന്റെ പോസിറ്റീവ് വേർഡാണ്. അതായത് നമ്മളത് ആസ്വദിക്കുന്നതിന്റെ വാക്കാണ് ഈ ഉന്മാദം. അപ്പൊ അതിന്റെ പെർസ്പെക്റ്റീവ്, അതായത് ഒരു ഡിലൂഷണൽ സംഭവത്തെ നമ്മൾ ആസ്വദിക്കുകയാണെങ്കിൽ, അതെ, അപ്പൊ അതിന്റെ നായകന്റെ പെർസ്പെക്റ്റീവ് ആണ് ഞാൻ അവിടെ പോകുന്നത് എൻജോയ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം ചുറ്റുമുള്ളവരുടെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് നമുക്ക് കഥ ഒരു സെക്കൻഡ് ഹാഫിൽ നമ്മളെ കാണിക്കുന്നത്. മറ്റുള്ളവർ ഈ ഉന്മാദം എങ്ങനെ കാണുന്നു എന്നുള്ളതും നായകന്റെ അനുഭവം എന്താണെന്നുള്ളതാണ് ആ പടത്തിന്റെ വാക്ക്. അതുകൊണ്ട് തന്നെ നമ്മള് പടം തീരുമ്പം ചിലപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന പടം ഇതിനെക്കുറിച്ചാണ്, ഇങ്ങനെയാണ് സംഭവം എന്ന് വിചാരിക്കും. പക്ഷെ അതല്ല പടം എന്നൊരു തിയറി തോന്നി. ഓക്കെ, നായകന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു വിഷ്വൽ നമ്മളെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ റൈറ്റിംഗ് ആൻഡ് ഡയറക്ഷൻ ഇതിനാവശ്യമായിരുന്നു ഈ പടത്തിന്. അങ്ങനെ ആയിരുന്നെങ്കിൽ കുറെ കൂടെ ഒരു ക്ലാസ് പടത്തിലേക്ക് നമുക്കിത് കൊണ്ട് എത്തിക്കാമായിരുന്നു. അതായത് സാധനമുണ്ട്, ബട്ട് ഇതിന്റെ സംഭവം കോർ എലമെന്റും തീമും ഒരു എൻജോയബിൾ പ്രസന്റേഷനിൽ വന്നില്ല എന്ന് തോന്നി. ഇത് ഒരുമാതിരി ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നതാണ്, കാരണം ഇത് തോന്നലാണ്. അത് നമുക്ക് ഫീൽ ചെയ്തത്. അതെ, ഇതിനകത്ത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് വളരെ ഹൈ തന്ന മൊമെന്റ്സ് ഉണ്ട് ഇതിനകത്ത്. പക്ഷേ ഇതെല്ലാം ഒരു ഒരു ഗംഭീര പടത്തിലേക്ക് വന്ന് വന്ന് എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ക്ലിക്കായി എടാ കിട്ടി, സാധനം കിട്ടി എന്നുള്ള ലെവലിൽ എത്തിയില്ല. പക്ഷെ അതെ,
ഈ ഷാഹി കപൂർ ഇത് എഴുതുമ്പോൾ തന്നെ ഈ ഇതിൻ്റെ കോർ എലമെന്റ് കിട്ടി, പക്ഷെ ഇത് സ്ക്രീൻ പ്ലേയിലോട്ട് അങ്ങോട്ട് എഴുതി ഫലിപ്പിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ പടം ത്രൂ ഔട്ടുണ്ട്. ഇപ്പം കുഞ്ചാക്കോവിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു ഇത് നായകൻ്റെ സമയത്ത് എന്തോ പറഞ്ഞാൽ അതെ. അപ്പം അന്ന് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ വൺലൈൻ രസമുണ്ടായിരുന്നു, പക്ഷേ സ്ക്രീൻ പ്ലേ അത്ര വർക്കൗട്ട് ആവുന്നില്ല. അപ്പം അന്ന് തൊട്ട് ഇത് കയ്യിലിരിക്കും, ഇത് എങ്ങനെ ഇത് എഴുതി ഫലിപ്പിക്കാമെന്നുള്ളൊരു സംഭവം ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ അതൊരു വർക്കബിൾ പടമായിട്ട് വന്നത് ഇപ്പോഴാണ്. അപ്പോൾ അത് ഇപ്പം ചെയ്യുന്നു. ഈ റോന്തും പുള്ളിയെ അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പം പുള്ളിയാ പറഞ്ഞു ഇത് അടുപ്പിച്ച് ഒരേപോലത്തെ സിമിലർ പോലീസ് ക്യാരക്ടേഴ്സ് വേണ്ട, സ്കോപ്പ് യൂണിവേഴ്സ് അതെ എന്ന് പറയുന്ന ലൈനിലേക്ക് പോകും. അതിലേക്ക് 3 പടമായി. അതെ, അപ്പൊ അതിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചു. ഇതിപ്പം പുള്ളിയെ സംബന്ധിച്ച് ഒരു വ്യത്യസ്ത ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനെ വന്നത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു ഇൻകംപ്ലീറ്റ് സ്ക്രീൻ പ്ലേയിലാണ് ഇവര് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഒരു ഇൻകംപ്ലീറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ കഥയുടെ പൊട്ടൻഷ്യൽ എത്താത്തൊരു സ്ക്രീൻ നല്ല, അതായത് നമുക്ക് മറ്റ് ഏത് ഇൻഡസ്ട്രിയിലും ഈ പടം എടുത്തിരുന്നെങ്കിൽ പോകാവുന്ന ഒരു ലൈനിലല്ല നമ്മളിവിടെ ചെയ്തു വെച്ചേക്കുന്നത്. വേറെ ഏത് ഇൻഡസ്ട്രിയിൽ ഇതിന്റെ ഈ സംഭവം ചെയ്താലും എനിക്ക് തോന്നുന്നു ഇത് കുറെ കൂടെ സൂപ്പർ നാച്ചുറൽ, അത് ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്. പക്ഷെ അത് കുറെ കൂടെ ഒരു വിഷ്വലി കുറച്ചധികം വൃത്തികേടാവാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ്. മനസ്സിലായി. ഇത് കാണുമ്പോൾ സുന്ദർസി പറയും നമുക്ക് എന്ത് ഐഡിയ എടുത്ത് അരൺമനയ്ക്ക് ആ ലൈനിലേക്ക് വേണേ കൊണ്ടുപോകാം എന്ന് അവർ അവിടെ തീരുമാനിക്കുക. അവര് അതിനുള്ള സ്കോപ്പ് ഉള്ള. അപ്പൊ അവരാ കഥ നേരെ പോലീസ് സ്റ്റേഷനിൽ ഒരു അരൺമനയ്ക്കകത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ട് അവിടെ പൂജ മന്ത്രങ്ങളൊക്കെ ചെയ്ത് പ്രേതത്തെ വിളിച്ചു വരുത്തി ആവാഹിച്ച് അതിനകത്ത് ഇരുത്തുന്ന പരിപാടിയൊക്കെ കാണിക്കും. അതെ, അത് സ്പോയിലറാണ്. അത് അല്ല അല്ല, അത് കുഴപ്പമില്ല, പോട്ടെ. നമ്മളിനി സ്പോയിലർ ആദ്യം വെക്കുന്നുണ്ട്. നമുക്ക് എനിക്ക് തോന്നി അങ്ങനെ ഈ പല ലൈനിൽ പോയി ഇവർ ഉദ്ദേശിച്ച ടോൺ ഓക്കെയാണ്, പക്ഷെ എന്തോ ഈ സ്ക്രീൻ പ്ലേ അതിന്റെ പൊട്ടൻഷ്യൽ എത്തിയിട്ടില്ല. പിന്നെ ഇതൊരു ഫസ്റ്റ് ടൈം ഡയറക്ടറാണ്, പുള്ളിക്ക് സിനിമ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ അദ്ദേഹം വളരെ നല്ല മികച്ച കുറെ സിനിമകളുടെ എഡിറ്ററാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു എഡിറ്ററാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടൈം പടം എന്നുള്ളത് കാണാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായത്. ഒരു എഡിറ്ററും ആയതുകൊണ്ട് തന്നെ ഈ എഡിറ്റർ എന്ന് പറയുന്നത് ഈ തിരക്കഥയിൽ ഒരു എഡിറ്റിംഗ് നടത്തണം. അങ്ങനെ പറയാറുണ്ടല്ലോ. ഇപ്പം നമ്മൾ തിരക്കഥ ഇനിഷ്യലി എഡിറ്ററിനെ കാണിച്ചു കഴിഞ്ഞാൽ എഡിറ്റർ പക്ഷേ സ്ക്രിപ്റ്റ് വായിച്ച സമയത്ത് ഈ സീനിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ചിലപ്പോൾ ഈ സീനിൽ തന്നെ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അല്ല, അങ്ങനത്തെ ഒരു എഡിറ്റ് സ്ക്രീൻ പ്ലേയിലും ചില എഡിറ്റേഴ്സ് ഡയറക്ടേഴ്സ് ക്വാളിറ്റി ഉണ്ട്. അതെ. അപ്പം പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നിയത് പുള്ളിക്കൊരു ഈ ഫസ്റ്റ് ടൈം ഡയറക്ടേഴ്സിന് പറ്റുന്നൊരു കുറച്ച് സംഭവങ്ങൾ, ഇതിൽ ഫസ്റ്റ് ടൈം ഡയറക്ടറുടെ പടമാണ് നമുക്ക് മനസ്സിലാവും പടം കാണുന്നത്. കാരണം ഇത് ഓൾറെഡി ഈ സ്ക്രിപ്റ്റിന് എനിക്ക് തോന്നുന്നു കുറച്ചൊരു വീക്ക്നെസ് ഉണ്ട്. അത് തന്നെ അത് കുറച്ചുകൂടെ ആംപ്ലിഫൈ അതിനെ ആ സ്ക്രീൻ പ്ലേയുടെ ആ പ്രശ്നങ്ങളെ മറച്ചൊരു സീക്വൻസ് അതിനെ കവച്ച് വെക്കത്തക്ക ഒരു ഡയറക്ടർ വന്നിട്ടില്ല. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് അപ്പോൾ ഡയറക്ഷൻ കാണുമ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് പലർക്കും മെജോറിറ്റി ആൾക്കാർക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഇത് പറയുമ്പോൾ വിമർശനം പോലെ തോന്നുവാണെങ്കിൽ നാളെ ഞങ്ങൾ ചെയ്താലും ഇതേ സംഭവം വരും, പ്രശ്നമുണ്ടോ ആ ഒരു ആംഗിളിൽ നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പൊ നമുക്കും അറിയാം. ഇപ്പൊ എനിക്കും ചില പടങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, ഞാൻ ഈ സിനിമയെ അപ്രോച്ച് ചെയ്താലും ഇതിന്റെ ഔട്ട്പുട്ടിനെ ഇതിനും വ്യത്യാസം ഉണ്ടാകാൻ ചാൻസ്. അത് എന്ത് ചെയ്യാന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി വരുമ്പോഴത്തേക്കും ഒരു 2 പടം കഴിയണം. അതെ അതെ. ഞങ്ങൾക്ക് 3 പടം തരണേ. ആദ്യത്തെ 2 പടത്തിൽ കണ്ണടക്കണം കേട്ടോ. 3ാമത്തെ സിനിമ പോലെ ഗംഭീര പടം ചെയ്യാം. അപ്പൊ സ്ക്രിപ്റ്റ് റൈറ്റർ ഈ കട അങ്ങനെ പറയാലോ. അപ്പൊ ആ ഒരു പ്രശ്നങ്ങളാണ് എനിക്ക് ബേസിക്കലി ഇതിന്റെ റൈറ്റിംഗ് പ്ലസ് ഡയറക്ഷൻ. എനിക്ക് തോന്നുന്നു ഇതിന്റെ സബ്ജക്റ്റിന്റെ പൊട്ടൻഷ്യലിനൊത്ത് എത്തിയില്ലെന്ന് തോന്നി. പക്ഷെ എങ്കിൽ കൂടി ഈ റൈറ്റിങ്ങിന്റെ പൊട്ടൻഷ്യലിൽ കാണത്തക്ക കുറേ സീക്വൻസസ് ഇതിനകത്തുണ്ട്. നമ്മളിങ്ങനെ ചില സാധനം വരുമ്പോൾ ഇതായിരുന്നു ഇവരുടെ മനസ്സിൽ, പക്ഷെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത് ഡൈല്യൂട്ടായി പോകുന്നുണ്ട്. അപ്പോൾ എഡിറ്ററുടെ പടമാണെങ്കിൽ പോലും എഡിറ്റിങ്ങിലും പേസിങ്ങിലും എനിക്ക് പേസിങ് പല സ്ഥലത്തും എനിക്കത് കുറച്ച് വീക്കായിട്ട്. ഒരുപാട് പേര് പടത്തിന് ശേഷം പറഞ്ഞ റിവ്യൂസിൽ പടം ഭയങ്കര ഇഴഞ്ഞു പോകുന്നു എന്ന് പറയുന്ന എനിക്ക് രണ്ടും തോന്നി. ജമ്പും ഉണ്ട് പല സ്ഥലത്തും ഉണ്ട്. എനിക്ക് ഇഴച്ചിൽ എന്നുള്ള സംഭവം എന്നെ മടുപ്പിച്ച്, എനിക്ക് ഈ പോയ റൂട്ട്, ആ റൂട്ട് എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കത് ഇതിലെത്തുമ്പോഴും എനിക്ക് ഇതല്ല എനിക്ക് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിത് കണ്ടോണ്ടിരിക്കുമ്പോൾ വിചാരിച്ച് ഈ പോകുന്നത് ജനറിക്കായി ഫീൽ ചെയ്താൽ ഇവരിത് കൊണ്ട് നല്ല രീതിയിൽ എൻഡ് ചെയ്താൽ ബെറ്റർ ആണ്. പക്ഷെ അത് അത്ര സാറ്റിസ്ഫാക്ടറി അല്ല. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അതിന്റെ ഐഡിയ ഉണ്ട്. പുള്ളി ഒരു തരത്തിൽ പുള്ളി ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത് ഇതിനകത്ത് പുള്ളിയുടെ ലൈഫിൽ നിന്ന് എടുത്ത സംഭവം തോന്നുന്നു, ഈ പോലീസുകാരൻ റൈറ്റർ ആകുന്ന പരിപാടി. അപ്പൊ ആ എലമെന്റിനെ വെച്ചേക്കുന്നത് തന്നെ ആ പോർഷൻ എനിക്ക് കുറച്ച് വലിഞ്ഞായിരുന്നു. ആ ഒരു ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എഴുതാനൊക്കെ പോകുമല്ലോ, പിന്നെ അവിടെ ഫ്ലാറ്റ് എടുത്ത ആ ഏരിയ കുറച്ച് ഇത് കുറച്ച് വലിയുന്നുണ്ടല്ലോ. ഈ കഥ തന്നെ എഴുതാൻ പുള്ളി ബുദ്ധിമുട്ടുമാണ്. ആ കഥ എഴുത്തിന്റെ സമയത്ത് തന്നെ പറയുന്നുണ്ട്, ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് കഥയിൽ, എനിക്കപ്പോൾ എഴുതാൻ വേറെ റൈറ്ററിന്റെ ആവശ്യമുണ്ടോ ചോദിക്കുമ്പോൾ വേണ്ട,
അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ പുള്ളി തന്നെ ഇതിനകത്തൊരു ജസ്റ്റിഫിക്കേഷൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഈ കഥ പറയാൻ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട് എന്ന കൺഫ്യൂഷൻ നമ്മൾ ഈ സ്ക്രിപ്റ്റിൽ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനകത്തെ ഒരു സംഭവമില്ല. അതായത് നമ്മളിങ്ങനെ അല്ല മാറി നമ്മൾ ഈ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് ഇതിനകത്തൊരു ഗംഭീര പടം കാണാൻ പറ്റുന്നുണ്ട്. ഒരു ക്ലാസിക് സാധനം. ഞാൻ സിനിമ കണ്ടു തീർന്നിട്ട് ചേട്ടാ എനിക്കിത് ഭയങ്കര രസകരമാകുന്ന ഒരു പടം ആവണ്ടാണല്ലോ ഇത്. ഇവര് ഇതിനകത്ത് റെഫറൻസ് ആണ് മണിച്ചിത്താഴ്. എനിക്ക് തോന്നുന്നു അത് ആ എലമെന്റിന്റെ ഒരു ഇച്ചിരി സ്ട്രെങ്ത് ഉള്ള ഒരു സംഭവം. അതിനകത്ത് മണിച്ചിത്താഴ് തന്നെ ഇവര് ഫോക്കസ് ചെയ്ത എലമെന്റ് എന്ന് പറഞ്ഞാൽ മണിച്ചിത്താഴ് ഈ പറയുന്ന പോലെ മാനസിക ആരോഗ്യത്തെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് അവസാനം കൊണ്ട് ഈ പറയുന്ന പോലെ മന്ത്രവാദവും ആ സാധനമൊക്കെ കാണിക്കുന്നത്. അപ്പൊ അത് എന്തുകൊണ്ട് ഈ രണ്ട് ക്ലാഷ് ആണ് ഈ സിനിമയിലെ മനീഷ് നാരായണനും സിബി മലയിലിന്റെയും കൂടെ ഒരു ഇന്റർവ്യൂ കാണിക്കും. ആ ക്ലിപ്പിൽ ചോദിക്കുന്നത് ചോദ്യം അതിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ സീനായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ എലമെന്റ് ആണ് ഇവർ ഫോക്കസ് ചെയ്തേക്കുന്നത്. അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് സയന്റിഫിക് ആയിട്ടൊരു എന്താ പറയാ മാനസിക പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സിനിമയ്ക്കകത്ത് അത് റിസോൾവ് ചെയ്യുന്നതിന് വേണ്ടി മന്ത്രവാദം ലൈനിലേക്ക് പോയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും സിബി മലയിൽ ഉത്തരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കാലഘട്ടത്തിൽ മാനസികാരോഗ്യത്തെക്കുറിച്ച് ഒരുപാട് ചർച്ച നടക്കുന്നൊരു ടൈം പീരീഡ് അല്ലേ ഈ 90s എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതിന്റെ എൻഡിങ് കുറച്ചുകൂടെ വിഷ്വലി ഗ്രാൻഡ് ആയിരിക്കണം. നമുക്കത് ഓഡിയൻസിന് കുറെ കൂടെ ഒരു തൃപ്തികരമായ എൻഡിങ്ങിലേക്ക് കൊണ്ട് അവസാനിക്കണമെങ്കിൽ ഈ പറയുന്ന ഡോക്ടർ ചികിത്സിച്ച് ഭേദമാക്കി എന്നതിനുപരി ഡോക്ടറുടെ ഇൻവോൾവ്മെന്റോട് കൂടി ഒരു ഗ്രാൻഡിയർ വിഷ്വൽ ഗ്രാൻഡിയർ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അത്രയും വലിയൊരു പടത്തിൽ ഈ മന്ത്രവാദത്തിൽ കൊണ്ട് എൻഡിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം നമ്മളും അതേ ഒരു വിഷ്വൽ ഗ്രാൻഡിയറും അങ്ങനെ ഒരു മന്ത്രവാദ എലമെന്റും ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യും ഈ പടത്തിൽ. അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ തൂവിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺസ്റ്റന്റ്ലി ഈ പടത്തിലെ ഒരു ഗോസ്റ്റ് എലമെന്റ് ഉണ്ട്. ഇത് റിയലിസം ആണോ അതോ ഈ പറയുന്ന ഇവരുടെയൊക്കെ തോന്നലാണോ എന്നിങ്ങനെ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ എന്നിട്ട് സെക്കൻഡ് ഹാഫിന് പകുതി ആകുമ്പോഴത്തേക്ക് ഒരു എലമെന്റിൽ കൊണ്ട് ഇവർ ഫോക്കസ് ചെയ്യും. അതായത് നമ്മുടെ നായകന്റെ ഒരു മാനസിക പ്രശ്നം. അപ്പൊ ഞാനിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു തേർഡ് എലമെന്റ് വരിക. ഒരാളുടെ തുടക്കം തൊട്ട് ഇതിങ്ങനെ ഇട്ട് പോകുന്നുണ്ട്. മറ്റേ ഒരു എന്താ അവിഹിത കേസ് പിടിക്കുമ്പോഴത്തേക്കും അവിഹിത കേസ് പിടിക്കല്ല, ജസ്റ്റ് പുള്ളി എന്നതിന് കാണുന്നതാണ്. പുള്ളി തിരിഞ്ഞിട്ട് ആദ്യം ഫോൺ എടുത്ത് ഭാര്യ വിളിക്കുക. അപ്പൊ ഭാര്യ വിളിക്കുമ്പോൾ ഭാര്യ ഫോൺ എടുത്ത പാടെ പറയുന്നത് വീഡിയോ കോൾ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കും ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇപ്പൊ തൃപ്തിയായാലും നിങ്ങൾക്ക് എന്ന് പറയുമ്പോ തന്നെ നമ്മൾ ശ്രദ്ധിക്കും എന്താണ് ഇത് ആദ്യമായിട്ടല്ല പുള്ളി ഇത് പുള്ളിക്ക് ഇങ്ങനെ ഒരു അല്ല പുള്ളിയുടെ നായകന്മാർക്കൊക്കെ ഒരു മാനസിക പ്രശ്നമുണ്ട്. നമ്മുടെ റോന്തിനകത്ത് പുള്ളി ഈ പറയുന്ന അച്ഛൻ മരിച്ചതിന്റെ ആ ഒരു സംഭവമില്ല. അതേപോലെ ഈ നായകനും അച്ഛൻ മരിച്ചതിന്റെ ഒരു ട്രോമയുണ്ട്. അതുകൊണ്ടാണ് ഈ ക്യാരക്ടർ താടി പഠിക്കാതെ അദ്ദേഹത്തിന് മറ്റേ കർമ്മം ചെയ്യണമെന്ന്. അതൊരു ജമ്പായിരുന്നു. ഞാൻ ആക്ച്വലി ഈ സിനിമ പൊക്കോണ്ടിരിക്കുന്ന പെട്ടെന്ന് ഇവിടെ അച്ഛന്റെ ഒരു സോങ്ങിലേക്ക് എനിക്ക് തോന്നുന്നു അതിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറാതെ വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നായിരിക്കണം. ഇത് കട്ട് ചെയ്ത് എന്തോ മാറ്റിയത്. അപ്പൊ ഞാൻ പറഞ്ഞത് പെട്ടെന്ന് അച്ഛന്റെ അതൊരു പാട്ടിൽ തീർക്കുമ്പോൾ ആ ഡിസിഷൻ എന്തോ വർക്കാവാതെ പോയത് പോലെ തോന്നി. പിന്നെ അച്ഛന്റെ എലമെന്റ് വരുന്ന ലാസ്റ്റ് കഥ എഴുതാനിരിക്കുമ്പോൾ ഈ അച്ഛനെയും കാണുന്നുണ്ട്. അപ്പൊ ചില സീക്വൻസ് പുള്ളിയുടെ മനസ്സിൽ സ്റ്റക്കായി. ആ സീക്വൻസ് സ്റ്റക്കായി. പക്ഷെ അതിലേക്ക് സ്മൂത്തായിട്ടല്ല എന്ന് എൻട്രി ചെയ്യുന്നത്. മറ്റേ ആ ഫ്ലാറ്റിലെ ആ സീക്വൻസ് ഇല്ല, അത് പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് അത് എങ്ങോട്ടും അങ്ങനെ സ്ട്രോങ് ആയിട്ട് പോകുന്നില്ല. അത് കണ്ട് പുള്ളി ഇറങ്ങി പുള്ളി താഴെ പോവാണ്. പോയി പുള്ളി പുറത്ത് പോയിരുന്നു അവിടെ കിടന്ന് തുടങ്ങി. പിന്നെ അത് കണ്ടിട്ടില്ല. അത് പുള്ളിയുടെ അവിടെ പുള്ളിക്കാരൻ പിന്നെ ഭാര്യ വിളിക്കുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളെ കാണാൻ പറ്റുന്ന അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷമാണ് ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. അതെ. അപ്പം നമ്മൾ ത്രൂ ഔട്ട് നായകന്റെ ഈ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലൂടെ ഇടയ്ക്കിടയ്ക്ക് കടന്നു പോകുന്നതായിട്ടാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് ക്ലാരിറ്റി കുറവുള്ള പ്രസന്റേഷൻ ഉണ്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അപ്പം അത് കുറച്ചുകൂടെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴാണ് നമ്മളും അതാണോ ഇതാണോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവണമല്ലോ. അത് അത്ര സ്ട്രോങ് അല്ല. നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ എൻഗേജ്ഡ് ആയാലും. പക്ഷെ ഇത് കുറച്ചുകൂടെ ഇച്ചിരി ജനറിക് ആയിട്ടാണ് ആ ഏരിയയിൽ. കാരണം പിന്നെ ഒരു അന്വേഷണവും കൂടെ വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഡിസപ്പോയിന്റ് പാർട്ട് ഈ അന്വേഷണ പാർട്ടായിരുന്നു. അതായത് ഈ അന്വേഷണ പാർട്ട് അതിലൊട്ടും ഇവരും ഒട്ടും ഇൻവെസ്റ്റ് അല്ലെന്ന് തോന്നുന്നു. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അല്ലാതെ ഈ ഒരു പോയിന്റ് വരെ അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെ എന്നിട്ട് ഒരു പാർട്ടി പെട്ടെന്ന് അന്വേഷണം കഴിഞ്ഞിട്ട് വന്നിട്ട് ഭാര്യയോട് ഇത് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഇവർക്കും അറിയാം നമ്മൾ ഈ അന്വേഷിച്ച് കണ്ടെത്തുന്നതിലൊന്നും ഇതിൽ താല്പര്യമില്ല. കാര്യം പറയാനുള്ള ആ അന്വേഷണത്തിന്റെ റീസണോ, അതായത് ഈ മർഡറിന്റെ റീസണോ അതിന്റെ ഒരു ദേവദൂതൻ എലമെന്റ് ആണ്. എനിക്ക് അത് വേറെ രീതി ഹാൻഡിൽ ചെയ്തിരുന്നു. ഈ പറയുന്ന ദേവദൂതന്റെ സംഭവമാണ് അത്. മോഹൻലാലോട് ഒരു ബന്ധമില്ലാത്ത ഒരു ക്യാരക്ടർ, രണ്ട് ക്യാരക്ടേഴ്സിന്റെ പരിപാടിയാണ്. അതെ, ഈ പല്ലുകൾ പുള്ളിക്ക് വഴികാട്ടി ആവുന്നു എന്ന് ആ ദേവദൂതം കാണുമ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ സംഭവമാണ്. നമുക്ക് ആ പാട്ട്, ആ ഒരു മെഷീൻ, ഇത് മ്യൂസിക്, ഇതിന്റെ സാധനം വർക്ക് ചെയ്യുന്നത്, പട്ടി എന്തൊക്കെയോ കാരണം അത് വർക്ക് ആവുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഇതിനകത്തേക്ക് കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല. ഇങ്ങനെ ഒരു പുള്ളിയായിട്ട് ഒരു ബന്ധമില്ലാത്ത
ഒരു കേസ്. അപ്പോൾ അത് ഇനിഷ്യലി ഫസ്റ്റ് ഹാഫിൽ ഈ പറയുന്നതിൻ്റെ പ്രസൻറ്റേഷൻ രസമുണ്ടായിരുന്നു. അതായത് ആരും തൊടാത്തൊരു കേസ്, അത് തൊടുമ്പോൾ ഷട്ടേ, ഞാൻ ഈ ഷട്ടയൊക്കെ അറിയാവുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പോലീസ് സ്റ്റേഷൻ ഈ ഷട്ടയൊക്കെ അറിയാവുന്ന ചോരയാവുന്ന പറയുന്ന അത്ര വലിയ അത് കോട്ടൺ നസീറിന്റെ ക്യാരക്ടർ പിന്നീട് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇനിഷ്യലി ഹുക്കാവണമല്ലോ, ഹുക്കാവുന്ന ഒരു സംഭവം അല്ലത്. മാത്രമല്ല ഒരു ആ റൂമിനകത്തിരിക്കുന്ന ഒരു അലമാരിക്കകത്ത് ഒരു ഫയൽ എടുക്കുമ്പോൾ ചൂടാകുമ്പോഴേ എനിക്ക് അതിന്റെ ഞാനത് ആലോചിച്ച് ഇവർക്ക് അത് തൊടാൻ പാടില്ലെങ്കിൽ പിന്നെ അവർക്ക് കംപ്ലീറ്റ്ലി മാറ്റി വേറൊരു പെട്ടി ഒരു അങ്ങനെ വെക്കാം. ഇത്രയും പ്രശ്നം ഉണ്ടാകുന്ന അറിയുന്ന ആ പോലീസുകാരൻ ഇവനെ വെച്ച് അത് തൊട്ടപ്പുറത്തിരിക്കും, ഇങ്ങനെ എടുക്കണ്ടേ. അതായത് ഇയാളത് എടുക്കുമ്പോഴും തന്നെ നീ പരിപാടി കാണും. ഇപ്പൊ ഞാനല്ല ചേട്ടാ, ഇപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ഒരു പോലീസ് സ്റ്റേഷൻ ചെല്ലുക, എനിക്കറിയോ ഇതിന് തുടരോ വേണ്ടയോ പറ്റോ എനിക്കറിയത്തില്ല. ഇപ്പൊ നമ്മളിവിടെ അങ്ങനെ പൂജിച്ചൊരു സാധനം വെക്കുവാണെങ്കിൽ വേറെ ആര് വന്നാലും നമ്മൾ എടാ ആ പൂജാമുറി അങ്ങനെ നമ്മൾ പറയത്തില്ല. നമ്മൾ തന്നെ അത് പോയിട്ട് നീ ഇവിടെ ഇങ്ങനെ വരണം വേറെന്തെങ്കിലും അത് കുറച്ച് ഫോഴ്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്തു. ആ സമയത്ത് പെട്ടെന്ന് ചാടി വന്നിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ അതെന്താ ഇങ്ങനെ പറയുന്നത്, ഇത്രയും വലിയ സാധനമാണ് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പൂട്ടി വെച്ചൂടെ, തുറക്കണ്ടല്ലോ. പടം ഇന്ത്യയിൽ അങ്ങനെ, പക്ഷെ എന്നാലും എന്തോ ഒരു ആ ഏരിയ കുറച്ച് ഫോഴ്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ അവിടെ തൊട്ട് ഈ ഉന്മാദം ഉണ്ട്. അതായത് ഈ കഥ എഴുതുന്നത് ഇങ്ങനെ നായകൻ, അപ്പൊ ആ മറ്റേ കുഞ്ചാക്കോന്റെ റൈറ്റിംഗ് സ്റ്റേജ് തൊട്ടുള്ളൂ. ഇപ്പൊ റൈറ്റിങ്ങിലെ ഉന്മാദമാണല്ലോ, പുള്ളി എഴുതുമ്പോഴാണ് പുള്ളിയുടെ ഫേസിലൊക്കെ കുറച്ച് മാറ്റമുണ്ട് ആക്ടിങ്ങിൽ. ഈ എഴുതുന്നതിന്റെ എനിക്ക് ഇത് കിട്ടി, കൊച്ചിയിലെ ഒരു ഫ്ലാറ്റിലേക്ക് മാറാൻ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പുള്ളിയുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മൊത്തത്തിൽ വേറെ രീതിയിലാണ് ഭാര്യയോട് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ റൈറ്റിംഗ് അതെ ഞാൻ വെച്ച് ഈ റൈറ്റിംഗ് ആണോ ഈ ഉന്മാദം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും ആ സമയത്ത്. കാരണം ഈ പുള്ളിയുടെ ആക്ടിംഗ് ഒക്കെ മാറുന്നുണ്ട്. ഇങ്ങനെ കൊച്ചിയിലെ ഫ്ലാറ്റിലേക്ക് മാറാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണ് ഇങ്ങനെ അഭിനയിച്ച് വെച്ചേക്കുന്നത് എന്ന് നമുക്കറിയില്ല. ഈ ഒരു കൺഫ്യൂഷൻ, എഴുത്തുകാരുടെ കൺഫ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്കും ഇതിന്റെ ടോണാലിറ്റിയും ഇതെങ്ങോട്ടാ പോകുന്നത്, ഇവർക്ക് എന്ത് എലമെന്റിൽ ഫോക്കസ് ചെയ്യണം, ഇത് ഇങ്ങനെ കുറച്ചധികം എലമെന്റ്സ് ഉണ്ട്. ഇതൊക്കെ രസമാക്കാവുന്ന ഒരു മിശ്രിതമുണ്ട്. എനിക്ക് ഈ പടത്തിന്റെ ഇന്റർവെൽ പോയിന്റിൽ ഇതുപോലെ ഈ കേസ് ഫയൽ എടുക്കുന്നു, അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പെട്ടെന്നൊരു ആൾക്കാർ വന്ന് പോലീസുകാർ ഒരു ആളെ കൊണ്ടുവന്ന് ഇടിച്ച് പ്രശ്നമാവുന്നു, പുള്ളിയുടെ ഷട്ടേ ചോരയാവുന്നു. അത് കഴിഞ്ഞ് പുള്ളി തിരിച്ചു വരുമ്പോഴത്തേക്കും ഇത് കത്തിപ്പോകും. അതിനുശേഷം ഇയാൾ എന്താ ചെയ്യുന്നത്, കുറച്ച് വെള്ള പേപ്പർ എടുത്ത് വെച്ചിട്ട് എങ്ങനെ വെച്ചാലും ആരും തുറക്കത്തില്ല. അപ്പൊ അങ്ങനെ വെച്ച് മറച്ചു. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഇയാൾ ബേസിക്കലി ഈ ഫയൽ പോയി, നാളെ ഇതേ ഫയലിന്റെ പേരിലോ ഇത് നാളെ മുതൽ ഇവരുടെ പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കാം, അങ്ങനത്തെ എന്തെങ്കിലും ലൈനിലേക്ക് ചിലപ്പോൾ ഇത് പോകും. പിന്നീട് ഈ കേസ് ഫയൽ തുറക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായാൽ എങ്ങനെയായിരിക്കും ഇപ്പൊ ഈ പുള്ളിക്കുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളുണ്ടല്ലോ, ഈ പ്രേതത്തെ ഈ പെൺകുട്ടിയെ കാണുന്നതൊക്കെ, ഇതൊക്കെ പുള്ളിക്കും തോന്നി തുടങ്ങാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഈ കേസിലേക്ക് പോകും. കാരണം എനിക്ക് കേസിനെ പറ്റി അറിയുന്നതിനേക്കാൾ ഇൻട്രസ്റ്റ് നമ്മൾ പറയില്ല ചില കഥകൾ കേസ് അറിയണമെന്നില്ല. എനിക്ക് ഈ പറയുന്ന ഈ സ്റ്റാർട്ടിംഗ് പോയിന്റില്ലേ, ഇതിൽ നിന്നാണ് ഇതൊക്കെ ഈ പ്രശ്നം ഉണ്ടാകുന്നുള്ള ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവർ തിരിച്ചറിയുന്ന അതിലേക്ക് പോകുന്നു ഞാൻ വിചാരിച്ചത്. അതിലേക്കൊന്നും പോയില്ല. അതായത് എവിടുന്നാണ് ഇവർക്ക് തോന്നിയത് ഇത് തൊട്ടാൽ ഇങ്ങനെ സംഭവം ഉണ്ടാവും, ഈ ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് പറയാനുള്ളൂ. വിക്കിപീഡിയ പേജ് പോലെ ചട്ടിച്ചോരയാവും, കുറെ 174 അത് ഒരു സംഭവം പറയുന്നുണ്ട്. കഴിഞ്ഞൊരു വേറൊരു പോലീസുകാരുണ്ടായിരുന്നു, ഇങ്ങനെ നെറ്റിയെ വന്ന് കല്ലടിക്കത്തില്ല, അങ്ങനത്തെ അതിനു മുമ്പ് ഇവർക്ക് ഈ വിശ്വാസമുണ്ട്. അപ്പൊ അത് എവിടുന്നാണ് ആ വിശ്വാസം വന്നതെന്നുള്ള പോയിന്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അത് കാണിക്കുന്നില്ല, ശരിയാ, അത് കാണിക്കുന്നില്ല. അപ്പൊ അത് എനിക്ക് ഞാൻ വിചാരിച്ച അങ്ങോട്ടാ പോകുന്നത്. പിന്നെ ഷാഹിദ് കബീറിന്റെ മിക്ക പോലീസ് സിനിമകളിലും, എല്ലാ പോലീസ് പടത്തിലും എനിക്ക് തോന്നുന്നു ജോസഫ് ഒഴിച്ച് ബാക്കി എല്ലാ സിനിമയിലും കോമൺ ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. കെട്ടിത്തൂക്കുന്നാണ് അല്ല, കഥയിലെ വില്ലന്മാർ അല്ലെങ്കിൽ കഥയിലെ വില്ലന് കാരണമാകുന്ന ആൾക്കാർ പോലീസുകാർ തന്നെയാണ്. ഇത് ഈ സിനിമയിലുണ്ട്. അത് ഞാൻ പറഞ്ഞു. അത് ഞാൻ കണ്ടുകൊണ്ടുമ്പോൾ ഞാനിത് എനിക്ക് തുടക്കം പോലെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ അവസാനം ഇത് പോലീസുകാർ ഇതിനകത്ത് ഇൻവോൾവ് ആണെന്ന് പറയുമായിരിക്കും. അവസാനം എത്തുമ്പോഴത്തെ അതങ്ങനെ സംഭവിക്കും. കാരണം അത് പുള്ളിയുടെ സിനിമകളിലെല്ലാത്തിലും നമ്മൾ റോന്ത് കണ്ടപ്പോഴും നമ്മളിത് മെൻഷൻ ചെയ്തിരുന്നു. ഏതാ പുള്ളിയുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ഈ വില്ലന്മാർ ഈ പ്രശ്നം ഉണ്ടാക്കാൻ റീസൺ ഒരു പോലീസുകാരൻ്റെ തെറ്റായ രീതികളാണെന്ന് പറയുന്ന പോലെ. അതേപോലെ തന്നെ നായാട്ടിലും പോലീസുകാരും സിസ്റ്റവും കൂടെ ചേർന്നാണ് ഇവർ. അപ്പൊ ആ ഒരു അതായത് ഈ ഫോഴ്സ് പുള്ളിക്ക് ഇൻസൈഡ് ഇൻഫർമേഷൻ കുറച്ചധികം ഉള്ളതാണ്. ഞാൻ ഈ പടം കണ്ട് തുടങ്ങില്ല. അപ്പൊ ഇനിഷ്യലി ഒരു ടൈറ്റിൽ സോങ് ഉണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ടൈറ്റിൽ സോങ് മറ്റേ ചെറിയൊരു ആനിമേഷൻ ഒക്കെ ഉള്ള അതിന്റെ ഒരു പ്രത്യേകത അതിനകത്ത് കുറച്ച് വിഷ്വലി കുറച്ച് സംഭവം റഹ്മാന്റെ ഒരു കോമ്പോസിഷൻ ഇല്ല, അദ്ദേഹമാണ് മ്യൂസിക്. അതായത് പുള്ളിയുടെ ഒരു സ്ട്രക്ചർ ഇല്ലാത്ത പാട്ടുകളില്ലേ, ആ ഒരു ലൈൻ ഓഫ് പാട്ടാണ്. അപ്പം അതിനകത്ത് ഞാനിത് കുറച്ച് ശ്രദ്ധിച്ചു കാണും, ഇതിനകത്ത് എന്തെങ്കിലും ക്ലൂ ഉണ്ടോ എന്ന് നോക്കിയപ്പോഴത്തേക്കും ഈ ഒരു ക്യാരക്ടറിന്റെ നിഴല് കാണിക്കുന്നു. ഈ നിഴൽ ഒരു പല്ലിയായിട്ട് നടന്നു. അപ്പം ഞാൻ ആ വിഷ്വൽ എനിക്ക് സ്ട്രൈക്കായി പടം കണ്ടുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം
ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ കുഞ്ചാക്കോ ബോബൻ ചേസ് ചെയ്യുന്ന കൊലയാളി കുഞ്ചാക്കോ ബോബനാണെന്ന് ഞാൻ വിചാരിച്ചു. പുള്ളിയുടെ നിഴലാണ് ഈ പല്ലിയായിട്ട് വരുന്നത്. അത് ഈ പല്ലിയായിട്ട് പുള്ളിയിലേക്ക് എത്തിക്കുകയാണ്. ആ ഒരു നമ്മുടെ മറ്റേ മുംബൈ പോലീസ് പോലെ അതിനകത്ത് ഓർമ്മ പോകുന്നു. ഇതിനകത്ത് ഈ ഉന്മാദത്തിൽ നിൽക്കുന്നതുകൊണ്ട് പുള്ളിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പൊ പുള്ളി അറിയാതെ ചെയ്തൊരു അറിയാം. അത് ഈ കഥ എഴുത്തിലൂടെ ഈ പല്ലിയിലൂടെ പുള്ളിയിലേക്ക് എത്തിക്കാൻ, ആ ഓർമ്മയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന അങ്ങനത്തെ സംഭവം ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴും പോലീസുകാരൻ തന്നെ നമ്മൾ ഒരുപാട് ചിന്തിക്കുന്നു. എല്ലാവരും പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എസ്പെഷ്യലി ത്രില്ലർ പടത്തിൽ അവർ തന്നെ സ്വന്തമായ ഒരു തിരക്കഥ ഉണ്ടാക്കി പടം കണ്ടോണ്ടിരിക്കും എപ്പോഴും. എന്നിട്ട് പുള്ളിക്ക് ഈ ക്ലൈമാക്സിൽ ഇത് അങ്ങനെ എഴുതണമെന്നോ ആ സ്ഥാനത്തിലേക്കൊക്കെ ഞാൻ പോയി. അപ്പം ആ വിഷ്വല് ഞാൻ സ്ട്രൈക്ക് ചെയ്തില്ലായിരുന്നു അങ്ങനെ ചിന്തിക്കുന്നില്ല. അപ്പൊ ഈ നിഴല് പല്ലിയാവുന്നു എന്ന എലമെന്റ്, ഈ പല്ലി എലമെന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പല്ലി നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എനിക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു. ഞാൻ പാറ്റയെ പേടിക്കുന്ന പോലെ പല്ലിയെ പേടിക്കുന്ന ഒരു കൂട്ടുകാർ. അപ്പം ഈ പല്ലി എലമെന്റ് ഈ കുറെ സംഭവം, ഈ സത്യം എന്ന് പറയുന്നത് പല്ലി ചലച്ചാൽ ഗൗളിശാസ്ത്രം അല്ലേ. അപ്പൊ ഈ ഗൗളിശാസ്ത്രം കുറെ സംഭവം ഞാൻ വിചാരിച്ച ആ എലമെന്റിലേക്കൊക്കെ പോകും. പക്ഷെ പല്ലിയെ ഒരു പരിധി വരെ രസകരമായിട്ട് യൂസ് ചെയ്തു. എത്രത്തോളം സ്ട്രോങ് ആയിട്ട് ആ എലമെന്റ് ഈ പടം കണ്ട് ഇറങ്ങുന്നവർക്ക് സ്ട്രൈക്കിംഗ് ഒരു പല്ലി പ്രസന്റേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഷോട്ട് ആ റെയിൽവേ ട്രാക്കിൽ പുള്ളി കിടക്കുമ്പോൾ ഒരു പല്ലി ഇങ്ങനെ ചാടും. അത് ഭയങ്കര രസം. അതിലേക്ക് കൊണ്ട് കണക്ട് ചെയ്യുന്ന എന്താണ് ഈ പല്ലി എന്ന് പറയുന്നത്, ഒരു ഗൈഡൻസ് പോലെ എവിടെയെങ്കിലും ഒക്കെ ഇന്ന പോയിന്റിൽ എന്ത് ചെയ്യണം. സ്റ്റക്ക് ആവുമല്ലോ നായകൻ സ്റ്റക്ക് ആകുമ്പോഴത്തേക്കും മറ്റേ ആ ഒരു സീക്വൻസ് ഉണ്ടല്ലോ, മറ്റേ എവിടെ കുഴിച്ചിട്ടേക്കുന്നത്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് മറ്റേ പുക എല്ലാം കൂടെ ചേർന്ന് ഒരു സംഭവമുണ്ട്. അതിന്റെ VFX പക്ക അല്ലെങ്കിൽ പോലും ആ ഐഡിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇങ്ങനെ പുകയായിട്ട് പിന്നെ ഒരു അലർച്ചയും. അവിടെയാണ് എനിക്ക് തോന്നിയത് താരന്മാനെ 6 ആവാൻ ചാൻസ് ഉണ്ടായിരുന്നു. ഇവിടെ മറ്റേ തമിഴന്മാരെടുത്താൽ അതെ അങ്ങനെ തമിഴ്നാട് നമ്മൾ എടുത്തു പറയുന്നില്ല. എന്നാലും ഈ ഫ്ലെയർ ഇഷ്ടപ്പെടുന്നവർക്ക് അതിലേക്ക് അങ്ങ് പോവാം വേണമെങ്കിൽ. അപ്പോൾ ആ സീക്വൻസ് എനിക്ക് വർക്കായത്. അത് മൊത്തത്തിൽ ഇങ്ങനെ നമ്മുടെ ഡച്ച് ആംഗിളൊക്കെ വെച്ചിട്ട് ഇത് എന്തോ ഒരു ഓഫ് ആണല്ലോ എന്നുള്ള ടൈപ്പ് സീക്വൻസ്. അതുപോലെ തന്നെ കുഞ്ചാക്കോൻ തിരിച്ച ആ കാലഘട്ടത്തിലേക്ക് പോകില്ല. അപ്പോൾ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന ഈ മരണം റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ആ സംഭവമില്ല. ആ സീക്വൻസ് ഒക്കെ ഈ സ്ക്രിപ്റ്റിലേക്ക് നമ്മളെ എക്സൈറ്റഡ് ആക്കുന്ന സീക്വൻസുകളാണ്. ഈ സുധീഷിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇന്ന് പഞ്ചമിയാണ്. അപ്പൊ നമ്മള് അവിടെ കാണുമ്പോഴത്തേക്കും ഈ പടം ഇവിടെ നിന്ന് ഇനി ഭയങ്കരമായിട്ട് പൊങ്ങാൻ പോവാണെന്ന് വിചാരിക്കും. പക്ഷെ അത് എവിടെയൊക്കെ വീണ്ടും ഇങ്ങനെ കുറച്ച് താഴോട്ട് പോകും. അപ്പോൾ അങ്ങനെ കുറച്ച് സീക്വൻസസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ കണ്ടിരുന്നതും നമ്മൾ കോൺസ്റ്റന്റ്ലി ഇങ്ങനെ ഇത് എങ്ങോട്ട് പോകുന്നു ചിന്തിക്കുന്നത്. പിന്നെ നീ പറഞ്ഞ പോലെ ആ ക്ലൈമാക്സ് ഫൈറ്റ് വന്നപ്പോഴത്തേക്കും ക്ലൈമാക്സിൽ മറ്റേ ആരോ ഒരു റിവ്യൂല് പറയുന്നുണ്ട് രാവണമവണ്ട ആ പാട്ടില് കുഞ്ചാക്കോ ഫൈറ്റ് ചെയ്ത പോലെ. ശരിക്കും ആ ഫൈറ്റ് സീൻ കാണുമ്പോൾ പെട്ടെന്ന് ഈ പടത്തിന്റെ മൂഡിന് ചേരാത്തൊരു ആക്ഷൻ സീക്വൻസ് നടക്കും. അപ്പം ഞാൻ കണ്ട് ഇതെന്താ ഇങ്ങനെ പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ജനറിക് ആയിട്ടുള്ള എൻഡിങ്ങിലേക്ക് പോവാണ്. ബട്ട് അതിന് ശേഷമുള്ളൊരു സീൻ എന്ന് പറഞ്ഞാൽ ഈ കുഴിച്ചിട്ട സ്ഥലം പൊളിക്കാൻ ഒരു JCB വരുന്നു, കുഴിക്കുന്നു. ആ ക്യാമറ അങ്ങനെ പാസ് ചെയ്ത് വന്ന് നമ്മൾ കാണിക്കുന്ന സൗബിൻ ഷാഹിറിനെ. അപ്പോൾ അവിടെ ഓൾറെഡി ഇവർ നേരത്തെ ആദ്യം വരെ പറയുന്നത് സൗബിൻ ഷാഹിറിന് ഡേറ്റ് കിട്ടി നമ്മൾ സൗബിൻ ഷാഹിറിന് വേണ്ടി പണം ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ ഈ കാണുന്ന ഈ ആക്ഷൻ സീൻ ഉണ്ടല്ലോ കുഞ്ചാക്കോൻ ചെയ്യുന്ന പറഞ്ഞു ശരിക്കും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അതായത് അവൻ്റെ കൂട്ടുകാരനോട് പറയുന്നുണ്ടല്ലോ എന്നെ അഴിച്ചു കൂട്ടുകാരൻ പറഞ്ഞില്ല ഇത് ചെറിയ കേസല്ലേ ഞാനത് നോക്കിക്കോളാന്ന് പറഞ്ഞ് നമ്മൾ സിനിമയിൽ കാണുന്ന എലമെന്റ് ഒരു സിനിമാറ്റിക് എലമെന്റ്. അങ്ങനെ കൂട്ടുകാരൻ നമ്മൾ ഇത്ര നേരം കണ്ടുവരുന്ന സിനിമയിൽ ഒരു ചെറിയ സിനിമാറ്റിക് റിലീസും ഉണ്ട്, എന്നാൽ ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റിനെ ബേസ് ചെയ്ത് ഒരു കഥയും പറയുന്നുണ്ട്. ബട്ട് ഈ പടത്തിൽ എനിക്ക് ആ പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് പടത്തിന്റെ സിനിമാറ്റിക് ഇടികൊണ്ട് ഒരു പോയിന്റ് വരെ ഇഴഞ്ഞിഴഞ്ഞ് പോയിട്ട് ഇങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു ഷിഫ്റ്റ്. അതെ സിനിമ പെട്ടെന്ന് നമ്മൾ മറ്റേ ബാധ കയറി നായകൻ എഴുതിട്ട് അടിക്കുന്ന പോലെ മറ്റേ തമിഴ് സിനിമയിൽ കാണുന്ന അതേ പാറ്റേൺ തൊടാൻ പറ്റുന്നില്ല. ഭയങ്കര സ്റ്റൈലിഷ് ഫൈറ്റ് ആയിട്ടാണ് അത് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടു തീർന്നപ്പോൾ ഞാൻ ആലോചിച്ച് ഇത് പടത്തോടും ചേരുന്നില്ലല്ലോ എന്ന് തോന്നിയിരുന്നു. അടുത്ത സീനിൽ എനിക്ക് മനസ്സിലായി നമ്മൾ ഈ ശരിക്കും ഈ സൗബിൻ ഷാഹിർ അഭിനയിച്ച സിനിമ അതിനുള്ളിലെടുത്ത സിനിമയ്ക്കകത്തെ എലമെന്റ് ആണ് ആ ഫൈറ്റ് സീൻ എന്നാണ് എനിക്ക് മനസ്സിലായത്. അതേപോലത്തെ എലമെന്റ് ആയിരുന്നു ഈ ഡോക്ടറെ കൊണ്ട് കാണിക്കത്തില്ലേ. ഡോക്ടറെ കൊണ്ട് കാണിക്കുമ്പോഴേ ഡോക്ടർ ചികിത്സിച്ച ഉടനെ തിരിഞ്ഞിട്ട് ഈ എക്സ്പ്ലെയിൻ അതൊരു വല്ലാത്തൊരു ഡയറക്ഷൻ ആയി. അതായത് ഇത് പുള്ളി ആദ്യമേ പറയുന്നുണ്ട് ഇത് എന്താണ് ഇതിങ്ങനെ നമ്മൾ സിനിമയിലേക്ക് കാണത്തില്ലേ അത് പറയാൻ വേണ്ടി കറക്റ്റ് ആ ഇൻഫർമേഷൻ മാത്രം പാസ് ചെയ്യുക എന്നിട്ട് ക്ലിയർ ആയിട്ട്. അതായത് നായകൻ മനസ്സിൽ ഇപ്പൊ ഇത് മനസ്സിൽ ഒരു തടസ്സം വന്ന് നിൽക്കുകയാണ്. നായകൻ തന്നെ ഒരു മനസ്സ് തന്നെ ഒരു ഫാക്ടർ ഉണ്ടാക്കി അത് സോൾവ് ചെയ്യും എന്ന് പറയത്തില്ല. എന്ന് പറയുന്ന പോലെയാണ് ഈ എവിടെയെങ്കിലും നായകൻ സ്റ്റക്ക് ആകുമ്പോഴാണ് ഈ പല്ലി വരുന്നത്. പല്ലി എന്ന എലമെന്റിനെ കാണിക്കുന്നത് ഇത് ഉന്മാദത്തിലുള്ള ഇത് റിയലിസം അല്ല എന്നുള്ളത്. ഇപ്പൊ ഈ പടത്തിന്റെ എൻഡിങ്ങിൽ നമ്മൾ ഈ ഉന്മാദം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഒരു റൈറ്ററിന് റിയൽ ലൈഫിൽ നടക്കാത്തൊരു സംഭവത്തെ
നടന്നതായിട്ട് അവതരിപ്പിക്കാൻ അത് എഴുതി വെക്കുമ്പോൾ നമുക്കൊരു റൈറ്റർ എന്ന രീതിയിൽ നമുക്കൊരു ഉന്മാദം ഉണ്ടാവും. ഏതാ ഇത് ശരിക്കും നടന്നില്ല. ഇപ്പൊ നമ്മളൊരു ആക്ഷൻ പടം എടുക്കും നടക്കത്തില്ല. അല്ലെങ്കിൽ ഇപ്പം ലൈഫിൽ ഇപ്പം നമ്മൾ തന്നെ ഇപ്പൊ ചിന്തിക്കുമ്പോൾ എടാ ഞാൻ ക്ലാസ്സിൽ അന്ന് എൻ്റെ അടുത്തൊരു ഇത് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ ചാടി എഴുതിയിട്ട് ചെയ്തിരുന്നു കൊണ്ട സിനിമയിലെ പോലെ എന്നെ വിളിച്ചിരുമ്പോൾ ഞാൻ പോയി ആ പ്രോബ്ലം സോൾവ് ചെയ്ത് എഴുതി കാണിക്കുമ്പോൾ വീഴുന്നു. ഇത് നമ്മുടെ മനസ്സിലുണ്ട്. സിനിമ റിയലിറ്റി നടന്നിട്ടില്ല, പക്ഷെ എനിക്കതൊരു സിനിമയിൽ ഈ സാധനമായിട്ട് സീനായിട്ട് എഴുതാം. അതെ അവിടെ എന്നെ പ്ലേസ് ചെയ്ത് ഞാൻ എഴുത്തുകാരൻ കാണുമ്പോൾ ഞാൻ എത്തും. അപ്പൊ അതേപോലെയും ഈ സിനിമയുടെ എൻഡിങ്ങിനെ എടുക്കാം. ഈ ഉന്മാദം എന്ന് പറയുന്നത് അതായത് ഈ ക്യാരക്ടറിന് ഓൾറെഡി ഈ ഒരു ഡിലൂഷൻ എലമെന്റ് ഉണ്ട്. ആ ഡിലൂഷനിലൂടെ സഞ്ചരിച്ച പുള്ളി അറ്റ് ദി എൻഡ് പുള്ളിയുടെ ഇഷ്ടപ്പെട്ട പുള്ളിയുടെ ലൈഫാണ് ഏതാ ഈ റൈറ്റർ എന്നുള്ള ലൈഫ്. അപ്പൊ ആ ലൈഫിലേക്ക് പുള്ളി എത്തി, പുള്ളി അത് സക്സസ്ഫുൾ ആയി. അതിൽ പുള്ളി എഴുതിയ പടത്തിൽ കാണുന്ന സീൻ പുള്ളിയുടെ റിയൽ ലൈഫിൽ നടക്കാത്ത ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അതായത് ശരിക്കും ഈ കേസ് തെളിഞ്ഞിട്ടില്ല. ആ വില്ലന്മാർ തന്നെ മറ്റേ ഇതിനകത്ത് തന്നെ ഇരിപ്പുണ്ടാക്കിയ ആ കേസ് തെളിഞ്ഞാൽ പിന്നെ അത് ഇതുപോലെ പൂട്ടി വെച്ച് പൂജ ചെയ്യേണ്ട കാര്യമില്ല. അതെ, നമ്മളെ എൻഡിങ്ങിൽ ഈ കേസ് അതേപോലെ തന്നെ അടുത്ത പുതിയൊരു ആൾ വരുമ്പോൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട് തുടരുത് പ്രശ്നമോ എന്ന് പറഞ്ഞാൽ അങ്ങനെ വെച്ചാൽ അപ്പം നമുക്ക് മനസ്സിലാവും. അതേപോലെ പറയുന്നുണ്ട് ഇത് തൊട്ട ഒരു പോലീസ് തന്നെ കിളിയും പോയി ജോലിയും പോയി എന്ന് പറയുന്ന ആ എലമെന്റ് നമുക്ക് മനസ്സിലായത് ഇത് നടന്നിട്ടില്ല. അതായത് ഈ ഫൈറ്റ് നടന്നിട്ടില്ല. ഈ കൂട്ടുകാരൻ മറ്റേ വിലങ്ങ് കഴിച്ചു കൊടുത്ത് പുള്ളി പോയി അവിടെ അത് കണ്ടു, ആ സീനൊന്നും നടന്നിട്ടില്ല. ഇതെല്ലാം ആ ക്യാരക്ടറിൻ്റെ ആ മാനസിക നിലയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതും പുള്ളി ഇത് തിരക്കഥയിലേക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് പുള്ളി എഴുതിയ സിനിമയുടെ തിരക്കഥയിലേക്ക് നമുക്കിതിന് ഇത് ഇന്നതാണ് സംഭവിച്ചെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത രീതിയിലാണ് പടം അവസാനിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു പോയിന്റിൽ പുള്ളി പറഞ്ഞില്ലേ എൻ്റെ കഥയ്ക്കുള്ള കാശ് എനിക്ക് കിട്ടി, വേറൊരാളെ വെച്ച് പേരെനിക്ക് കിട്ടും. അപ്പൊ എനിക്ക് തോന്നുന്നു അവിടെ അവസാനിച്ചു പുള്ളിയുടെ കഥ. പിന്നെ പുള്ളി ഉന്മാദത്തിൽ എന്തെങ്കിലുമൊക്കെ കണ്ടു കാണും. ഈ പറയുന്ന നമ്മളെ ലാസ്റ്റ് കാണിക്കുന്നത് വേറെ ആളെ വെച്ച് എഴുതിച്ച് മനസ്സിലുള്ള പടം എങ്ങനെയാണ് എടുക്കാം. അപ്പം ഈ ഒരു ഉന്മാദമായിരിക്കണം ഉദ്ദേശിക്കുന്നത്. അതായത് റൈറ്റേഴ്സ് ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ എന്താ പറ്റുന്ന വെച്ചാൽ ഇപ്പം ഷാഹിദ് കപൂർ എഴുതുമ്പം പുള്ളി കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഈ റൈറ്ററിന്റെ സ്റ്റോറി ആയിട്ട് വന്നിട്ട് ഈ പോലീസ് എലമെന്റും ഈ പറയുന്ന ഈ ഡോക്ടർ എന്ന് പറയുന്ന ഈ എലമെന്റും ഒക്കെ നമുക്ക് ഇട്ട് തരുന്ന ചെറിയ സംഭവങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ പടത്തിൽ ഡയറക്ടർ അത് കണ്ടത് ചിലപ്പം അതൊക്കെ രസമുണ്ടായിരുന്നു. അങ്ങനെ അതായത് ആ ഒരു ഡിസ്പാരിറ്റി ഇല്ല. ഇപ്പൊ എഴുത്തുകാരനും ഡയറക്ടറിന്റെ വിഷൻ തമ്മിലുള്ള വ്യത്യാസം കാരണം എന്തൊക്കെയോ ലോസ്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ എലമെന്റ്സ് ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ സിമ്പിൾട്ടൺ റിവ്യൂ. അതെ, നമുക്ക് പടം കണ്ടോണ്ട് ഫീൽ ചെയ്യുന്ന സംഭവം ഇതാണ്. പിന്നെ മ്യൂസിക് അത് ത്രൂഔട്ട് അല്ല BGM ആണെങ്കിലും ഭയങ്കര നല്ല വർക്കായിരുന്നു. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ വല്ലാണ്ട് വർക്കായ ഒരു മൂഡാണ് പടത്തിന്. അതുകൊണ്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതെ, എനിക്ക് ആ ഇന്റർവെല്ലിന് മുമ്പുള്ള ആ ഒരു സീനുണ്ടല്ലോ, ഈ ഇത് കത്തിപ്പോകുന്ന ആ സംഭവം, അത് ഭയങ്കര അവിടെ ശരിക്കും ഒരു ഭയം അല്ലെങ്കിൽ ലവ് വാട്ട് എന്നുള്ളൊരു അത് ചെറിയ കുറെ എലമെന്റ്സ് എനിക്ക് കറക്റ്റ് ചെയ്യാൻ തോന്നി. ഇപ്പം അവിടെ പുള്ളി വാതുക്കലിരുന്നത് വായിക്കുന്നത് ആ സംഭവം. അതായത് നമ്മള് ഈ സ്റ്റേജിങ്, അതായത് ഈ കഥയിൽ ഈ ക്യാരക്ടറിനെ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യണം. അപ്പൊ നമ്മൾ റിയാലിറ്റി ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാൾ കയറി വന്നാൽ ആദ്യം കാണുന്നത് നമ്മൾ ഈ ചുവന്ന അതെ. പിന്നെ അപ്പൊ ആ സമയത്ത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ കണ്ടില്ലെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപക്ഷെ ഈ ഇദ്ദേഹം ഈ കത്തിപ്പോയ പീസൊക്കെ തൂത്തുവാരി കളയുന്ന കാണിക്കും. ഏതെങ്കിലും ഒരു പോലീസുകാരൻ പിന്നീട് ഇത് കണ്ടിട്ട് ഇത് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ വെച്ചാൽ അത് പുള്ളി എടുത്തോണ്ട് പോകും അറ്റവും മൂലൊക്കെ വെച്ച് കണ്ടുപിടിക്കും എന്തെങ്കിലുമൊക്കെ ലൈക്ക് അങ്ങനെയൊക്കെ കുറച്ച് ഞാൻ ചിന്തിച്ചിരുന്നു. പിന്നെ സാധനം എന്താണെന്ന് വെച്ചാൽ ഇനിഷ്യലി ഇവർ പടം തുടങ്ങുന്നത് തന്നെ വേറൊരു പടത്തിന്റെ ഷൂട്ടിങ്ങിന്റെ ടിൽറ്റപ്പ് നായകന്റെ ഫേസ് എന്ന് പറഞ്ഞാണ് ആ ഷൂട്ടിംഗ്. അതാണ് ഷോട്ട്. അങ്ങനെയാണ് അത് രസമുള്ള പരിപാടിയായിട്ട് തോന്നിയത്. അത് എത്ര ശ്രദ്ധിച്ചു അറിയത്തില്ല. ഷാഹിദ് കബീറാണ് അവരുടെ ഡയറക്ട് ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഡയറക്ട് ആ ഷോട്ട് ശ്രദ്ധിച്ച് മനസ്സിലാവും. മറ്റേ ഡയറക്ടർ ചെയ്യാനുള്ള ഡയറക്ടർ അവിടുന്ന് തിരിച്ചു വരുന്നവരൊരു അതായത് ഒരു ചായ കൊണ്ടുവെക്കണം. ചായ കൊണ്ടുവന്ന് ചായ നമ്മുടെ മറ്റേ സ്പിൽബർഗിയൻ ലൈൻ ഉണ്ടല്ലോ, അതായത് ഒരു സീൻ കവറേജ് ചെയ്യുന്ന ഒരു വൺ സിംഗിൾ ടേക്കിൽ മെയിൻ ഒരു കവറേജ് എടുക്കുന്നവരാണ്. പുള്ളി ചായ കൊണ്ടുവന്നു അവിടെ വെക്കുന്നു, ചായ എടുത്ത് കുടിക്കുന്നു. ആ ഒരു സിംഗിൾ ടേക്കിൽ ആ സീക്വൻസ് ചെയ്ത് പുള്ളിയുടെ ഇൻട്രൊഡക്ഷൻ തുടങ്ങുന്നു. അതെ. പിന്നെ സിനിമാക്കാരെ പൊതുവെ കുറച്ച് അപമാനിച്ചു വിട്ടിട്ടുണ്ട്. അതായത് നരകയാതന അനുഭവിക്കുന്ന സിനിമാക്കാരാണ്. അത് എന്റെ നാറിയ സിനിമാ ജീവിതത്തെ കുറിച്ച് ഇവിടെ സംസാരിക്കരുതെന്നാണ് കുഞ്ചാക്കോവൻ പോലും. ഡയറക്ടർ ആക്ച്വലി ഇവര് ഫ്ലാറ്റിൽ ഇരുന്ന സമയത്ത് ഡയറക്ടർ കുഞ്ചാക്കോട് പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ കുടുംബത്തിന് നമുക്ക് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അത് ചെയ്യണം. ആ സമയത്ത് അത്ര നമുക്ക് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അതെന്താ അങ്ങനെ നമുക്ക് അത്ര ചെയ്യാൻ പറ്റും. അതൊക്കെ ഈ പടത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന സാധനങ്ങൾ. അതായത് പേഴ്സണൽ അനുഭവത്തിൽ ഈ സീൻ ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേറൊരു പടത്തിൽ ഈ സിനിമാക്കാരനെ എഴുതാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് പറയാനുള്ള ഇപ്പൊ ഷാഹിദ് കബീർ എന്നൊരു റൈറ്റർ
ഈ ഇത്രയും മെയിൻ ഒരു ഫിലിം മേക്കർ ആവുകയോ ഒരു റൈറ്ററായി മാറുന്നതിന് മുമ്പ് പുള്ളിക്ക് ഇങ്ങനൊരു സ്റ്റേജ് ഉണ്ടാവണം ലൈഫിൽ. ഡെഫിനറ്റ്ലി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് പുള്ളി ഈ ക്യാരക്ടർ ഇവരുടെ ഫാമിലി ലിജോമോളുടെ ക്യാരക്ടർ. എനിക്ക് ലിജോമോളുടെ ക്യാരക്ടറിൻ്റെ പ്രശ്നം, പുള്ളിക്കാരി മിക്ക പടത്തിലും ഈ നിമിഷ സജനെ കാസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് കാസ്റ്റിംഗ് ലൈനാണ്. അതായത് പുള്ളിക്കാരി നല്ല പെർഫോമറാണ് ലിജോമോള്. പെർഫോമൻസ് വൈസ് പേഴ്സണലി കുഞ്ചാക്കോന്റെ ക്യാരക്ടറിന് കുറെ കൂടെ കോംപ്ലക്സിറ്റീസ് ഉണ്ട്. പുള്ളി അത് ഗംഭീരമാക്കിയിട്ടുണ്ട് ഈ പടത്തിലും അതുപോലെ. പക്ഷേ ലിജോമോളുടെ ക്യാരക്ടർ കുറച്ച് കോംപ്ലക്സ് ആണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് എനിക്കൊരു പാത്രം കഴിയുമ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ഇത് പറഞ്ഞിട്ട് തൊട്ട് വെളിയിൽ മറ്റേ പാവാട അനക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ട് അതൊക്കെ സാറിനെ കണ്ടുപിടിക്കണം, വന്നു കഴിഞ്ഞാൽ കെട്ടുകട പാവാട അലക്കി കൊടുക്കും എന്ന് പറയുന്നത് അത് ഹസ്ബൻഡിനെ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാനോ അവരോടൊന്നും മറ്റേ അത് പുള്ളിക്കാരത്തി മറ്റൊക്കെ കൊട്ടുകൊടുക്കാനുള്ള സാധനമാണ്. അതെ. പക്ഷെ എനിക്കൊന്ന് പുള്ളിക്കാരത്തി അത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പല സിറ്റുവേഷനിലും പുള്ളിക്കാരത്തിന്റെ ഫേസില്ല കൂടുതൽ സസ്റ്റെയിൻ. അതെ, അതായത് പുള്ളിക്കാരി പെർഫോമർ എന്ന രീതിയിലും ഈ സിനിമയിൽ എനിക്ക് ആക്ച്വലി പുള്ളിക്കാരി മിക്ക പടത്തിലും കാണുമ്പോൾ ഈ പൊന്മാൻ എക്സാമ്പിൾ പൊന്മാന ലാസ്റ്റ് പുള്ളിക്കാരി ചെയ്ത പൊന്മാനകത്തും ഇതേ സെയിം ഒരു സിറ്റുവേഷനാണ് പുള്ളിക്കാരിക്ക്. സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഇതേപോലെ ഭയങ്കര അതായത് ഈ ജീവിതാവസ്ഥ കുറച്ച് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ആ ലൈഫിന് അത്രയും ഞാൻ നിൽക്കുന്ന പൊസിഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ ബുദ്ധിമുട്ട് എന്നുകൊണ്ടാണ് പുള്ളിക്കാരുടെ അങ്ങനത്തെ ക്യാരക്ടർ പുള്ളിക്കാരി കൊടുക്കുന്നത്. അതെ, അത് അവർക്ക് ഭയങ്കര ഇപ്പം എനിക്ക് തോന്നുന്നു ലിജോമോൾക്ക് ഭയങ്കര ഈസി ടു ഇതാണ് സാർ റോൾ, ഇവിടെ എളുപ്പമാണ് സാർ എന്ന് പറയുന്ന അതേ ലൈനിൽ പുള്ളിക്കാരി അത് വളരെ ഈസി ആക്കിയിട്ടുണ്ട്. എനിക്ക് പുള്ളിക്കാരുടെ പെർഫോമൻസ് ഗംഭീരം എന്ന് പറയണം. ബട്ട് ഈ ഒരു പ്രശ്നമുണ്ട്, ഈ ടൈപ്പ് കാസ്റ്റ്. പിന്നെ നമ്മൾ നമ്മൾ ഒരുപാട് പടങ്ങളിലായിട്ട് നമ്മൾ പറഞ്ഞല്ലോ എൻ്റെ പെർഫോമൻസ് പതിവിലും അല്ലേ മികച്ചതായി തന്നെ എൻ്റെ പെർഫോമൻസ് നന്നായിരുന്നു എന്ന് പറയുന്നതാണ്. ശരിക്കും ഇപ്പോൾ കുഞ്ചാക്കോൻ്റെ അടുത്ത് പുള്ളി മാത്രം എങ്ങനെയാണ്, അതായത് ആസ് ആൻ ആക്ടർ എൻ്റെ റോള് നന്നാവണം, എനിക്ക് പെർഫോം ചെയ്യാൻ കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവണം എന്നത് സെലക്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുന്നത്. മറ്റ് ആക്ടേഴ്സിൽ ആരും നമ്മളത് കാണുന്നില്ല, പുള്ളിയിൽ മാത്രം കൺസിക്യൂട്ടീവ് ആയിട്ട് ഈ സംഭവം നടക്കുന്നുണ്ട്. പേട്രിയോട്ട് എന്ന് പറയുന്നത് ഒരു മൾട്ടി സ്റ്റാർ ഫിലിമിൽ ഞാനൊരു പാത്രം എന്നുള്ള ലൈനാണ്. ഇതിനകത്ത് ആക്ച്വലി ഇതിനകത്ത് ഇപ്പൊ കഴിഞ്ഞ 3 പടമാണ് നമ്മള് 5 പടമായി. അതെ അതെ, പുള്ളിക്കാരനെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എല്ലാത്തിലും പുള്ളിക്കാരനും സെക്കൻഡ് ഫേസ് പുള്ളിയുടെ വരവ് ഭയങ്കര. എന്തെങ്കിലും ഒരു പുതുമ, ഞാൻ റെഡിറ്റിലൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു, പുള്ളിക്കാരനൊരു സെറ്റ് ഓഫ് ടെംപ്ലേറ്റ്സ് ഉണ്ട് പുള്ളിക്കാരന്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് ഉണ്ട്, പണ്ടത്തെ പടങ്ങളിലുണ്ട്. പക്ഷെ ഇതിപ്പം ഓരോ പടത്തിലും പുള്ളി ഒരു ടെംപ്ലേറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് എനിക്ക് വല്ലാണ്ട് പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് പുള്ളി കറക്റ്റ് ചെയ്തതുപോലെ ഫീൽ ചെയ്തത്. അത് മറ്റേ ആ ബൈക്കിലേക്ക് കയറി അത് പുള്ളി തളർന്നിരിക്കുവാണ് പുള്ളി ലൈഫ് വൈസ്. അപ്പം അത് എനിക്ക് തോന്നുന്നില്ല അത് പടത്തിൽ ശ്രദ്ധിക്കാൻ പറ്റും. നമുക്ക് പുള്ളിയുടെ മുഖത്തോട് നോക്കിയാൽ ആ ക്യാരക്ടറിന്റെ പ്രശ്നം മനസ്സിലാവും. അതെ, അതുപോലെ എനിക്ക് അതിനകത്ത് വലിയ നോക്കിയൊക്കെ പുള്ളി ആക്ച്വലി സോൺഡ് ഔട്ട് ആണ്. ആ സംഭവം നമുക്ക് ഫീൽ ചെയ്യും. മറ്റേ എന്തായിരുന്നു മുമ്പ് നമ്മളെ കണ്ട പടം, നമ്മുടെ 2 ക്യാരക്ടറൊക്കെ ചെയ്യുന്ന ആ പോർഷൻ വന്നപ്പോഴാണ് ഞാൻ ഞെട്ടുന്നത്. അതായത് അതുവരെ കുഞ്ചാക്കോൻ്റെ അവരെയും രസമുണ്ടല്ലോ, ഗംഭീരമാണല്ലോ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ പോലും ആ ഷിഫ്റ്റ് അത് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളൊരു ആക്ടറാണെന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇത് ഞെട്ടി. ഇതിനകത്ത് ഈ പറയുന്ന പോലെ ക്ലൈമാക്സിലൊക്കെ നമ്മൾ ഫീൽ ചെയ്യും, ഓക്കെ ഈ ക്യാരക്ടറിന്റെ നിസ്സാരത. എനിക്ക് ആ കോടതി രംഗം കുറച്ച് ലൗഡായിരുന്നു. പക്ഷെ അതും ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഒരു ആ ലൗഡാണെങ്കിലും കാരണം ആ സിറ്റുവേഷനിൽ നമ്മളെ പ്ലേസ് ചെയ്താൽ പോലും നമുക്കറിയാം ഇതെങ്ങനെ ഞാൻ തെളിയിക്കും, അല്ലെങ്കിൽ എൻ്റെ സത്യാവസ്ഥ ഞാനത് എങ്ങനെ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരുവടാ എന്ന് നമ്മൾ ചോദിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അതേപോലെ എക്സ്ക്യൂസ് ഇതാണ് മറ്റേ ഒരു പ്രേതം എന്നാണ് തെളിയിച്ചത്. അത് കോടതിയിൽ ഒരിക്കലും രീതിയിൽ നിൽക്കത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവര് പറയും നിനക്ക് വട്ടാടാ നീ പോടാ എന്ന് പറഞ്ഞ് അങ്ങനെയാണ്. എനിക്ക് അത് കഴിഞ്ഞിട്ടുള്ള സീൻ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അത് നമ്മൾ ഈ കട്ടിലേക്ക് കിടന്നിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറയാനുള്ള സംഭവം, പിന്നെ പുള്ളിക്കാരത്തെ എക്സ്പ്രഷനും എന്തോ ഒരു പുതുമ അതിനകത്ത്. ആ സീനിൽ നമ്മൾ പുള്ളിക്കാരുടെ കൂടെ സസ്റ്റെയിൻ ചെയ്യുന്നത്, അത് കഴിഞ്ഞ് പുള്ളിക്കാർ തിരിയാണ് ഫ്രെയിമിൽ. പുള്ളിക്കാർ തിരിഞ്ഞിട്ട് പുള്ളിക്കാർ കരയുന്നതും പുള്ളിക്കാർ കരച്ചിൽ ഇങ്ങനെ പിടിച്ചു വെക്കുന്ന ആ ഒരു സംഭവത്തിലാണ് നമ്മൾ കുറച്ച്. അവിടെയൊക്കെ ഈ നമ്മുടെ ഡയറക്ടർ അവിടെയൊക്കെയാണ് പുള്ളിക്കാരത്തേക്ക് നോക്കി ഇതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സാധനമാണെന്നുള്ള. എനിക്കിപ്പോൾ എപ്പോഴും ഈ ഉന്മാദത്തിലേക്ക് പോകുന്ന ആ സീക്വൻസ് പുള്ളിക്കും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് ഇങ്ങനെ അത് പ്രസന്റ് ചെയ്യും, അതിൻ്റെ പല വേർഷൻസ് ആണ്. മറ്റേ ആ ഫ്ലാറ്റിൽ ഈ പറയുന്ന പോലെ ഓക്കെ ഞാൻ ഉന്മാദം ഞാൻ വിഷ്വലി കാണിക്കാം, ഈ പെയിന്റിങ്സ് ഒക്കെ അത് കുറച്ച് വേറിട്ട് നിൽക്കുന്ന ഒരു സീനാണത്.
അങ്ങനെ കുറച്ച് എക്സ്പെരിമെന്റിൽ കുറച്ച് പരിപാടി നടത്തി. അത് എവിടെയാണ് നമ്മളത് ലാൻഡ് ആവുമെന്ന് അങ്ങനെ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. വേറൊരു അർത്ഥം അതിനകത്തുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. ഈ പല്ലി എലമെന്റ് ഉണ്ട്, അതിന് മനസ്സിലാകത്തില്ല ഈ എലമെന്റ് അങ്ങനെ എപ്പോഴും പല്ലി അല്ലാത്തൊരു ഫീല് ഉണ്ടായിരുന്നു. ഈ ഉന്മാദം എന്നുള്ള പേര് പോലും ഇങ്ങനെ വളരെ ഡെലിബറേറ്റ് ആയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനൊരു തോട്ടിലെടുത്ത ഇതാണ്. അവരുടെ ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞൊരു സംഭവം, ഈ ഏതോ ഒരു എന്തോ വായിച്ച ബുക്കിന്റെ പേരോ എന്തോ പറഞ്ഞപ്പോൾ പേരില്ലായിരുന്നു പടത്തിന്. അപ്പോൾ അങ്ങനെ പേര് പറഞ്ഞ ഉന്മാദം എന്ന പേര് പറഞ്ഞ സമയത്ത് ഇത് വെക്കാൻ നമുക്ക്, ഇത് നല്ല നമ്മുടെ കഥയായിട്ട് എന്ത് ചേരും എന്നുള്ള ലൈനിൽ അങ്ങനെയാണ് വെച്ചതെന്നാണ് ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അപ്പം എനിക്ക് അറിയില്ല, ഒരു ഇന്റർവ്യൂവിൽ ഞാനത് കണ്ടിരുന്നു. എന്തോ കബഡി നിരത്തലിനെയും മൂവി റേറ്റിങ്ങിനെയും കുറിച്ച് എന്തോ, അത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് റിയാലിറ്റിയിൽ മറ്റേ ഈ മറ്റേ കേസ്, അതായത് ഒരു കബഡി നടത്തി ശരിക്കും റിയൽ ലൈഫ് കേസ് തെളിയിച്ചു എന്ന് പറഞ്ഞൊരു സംഭവം ആ പടത്തിൽ പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ പറയുന്നുണ്ട്, കോടതി പറയുന്നുണ്ടല്ലോ ശരിക്കും. അപ്പം അങ്ങനെ ഒരു പോലീസുകാരൻ ഈ പറഞ്ഞ പോലെ ഒരു ആത്മാവ് വന്ന് കേസ് അങ്ങനെ റിയലായിട്ട് നമ്മൾ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഏതായാലും ചാനലിന്റെ പേര് സഞ്ചാരം എന്നല്ല ചാനൽ പേര്. സഞ്ചാരത്തിൽ മറ്റേ ചരിത്രത്തിലൂടെ അല്ലെങ്കിൽ അതിൽ മറ്റേ പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞിരുന്നു ഇതുപോലെ നമ്മൾ കബഡി നിരത്തി അല്ലെങ്കിൽ മറ്റേ ഇങ്ങനെ പ്രശ്നം വെച്ച് നമ്മളൊരു കാര്യം കണ്ടുപിടിച്ചു എന്നൊക്കെയുള്ള ലൈൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒരാൾ പറഞ്ഞു എന്നുള്ളത് ഇവർ പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, ഇതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാൽ നിങ്ങൾ ഇതിൽ വിശ്വസിക്കണം എന്ന ലൈനിലാണ്. അതാണോന്ന് അറിയത്തില്ല, പക്ഷെ ഞാൻ എന്തോ എഴുതിയത് കുറച്ച് സാധനങ്ങൾ ഇവരിങ്ങനെ ഇട്ട് തരുന്നുണ്ട്. അതായത് നമ്മൾ ഈ വഴിക്ക് ചിന്തിക്കാനായിട്ട് അങ്ങനെ ഒരു സംഭവമാണ്. ഈ ഒരാളുടെ സ്വാഭാവികത വേറൊരാളുടെ അസ്വാഭാവികതയാണ്. അത് നമ്മൾ മറ്റേ പുള്ളിയായിട്ടുള്ള കോൺവെർസേഷൻ, ഈ കേസ് ക്ലോസ് ചെയ്ത പോലീസുകാരനല്ലേ കോട്ടയം നസീറിൻ്റെ അടുത്ത് എന്നുള്ള കോൺവെർസേഷൻ ഉണ്ട്. അപ്പം അത് അന്ന് എല്ലാ ദിവസവും ട്രെയിനിൽ പോകുന്നയാൾ എന്തിനാ അന്ന് ബസ്സിൽ പോയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും കോട്ടയം നസീർ വളരെ സ്വാഭാവികമായിട്ട് അതിപ്പോൾ അന്ന് ട്രെയിൻ കിട്ടി അങ്ങനെ, അതായത് അങ്ങനെയുള്ള അന്വേഷണത്തിൽ അങ്ങനെ ഉണ്ടാവില്ലേ. അപ്പം നമുക്ക് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നത് വേറൊരാൾക്കത് അസ്വാഭാവികമാണ്. അപ്പം അങ്ങനെയുള്ളൊരു സംഭവത്തിൽ എവിടെയൊക്കെയോ പ്ലേ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് കുറച്ചധികം ഫോഴ്സ് ആയിട്ടാണ് അത് ആ ഡയലോഗ് വരുന്നത്, സ്വാഭാവിക അങ്ങനെ ആ സംഭവമൊക്കെ. അപ്പം അങ്ങനെ തന്നെ ഈ കബഡിയെ കുറിച്ച് എന്തോ ഒരു സുധീഷിന്റെ ക്യാരക്ടറിന്റെ അടുത്താന്ന് തോന്നുന്നു. അതെനിക്ക് ചിരി വന്നൊരു എലമെന്റാണ്. ഇപ്പൊ വീട്ടുകാർ നമ്മളെ മനസ്സിലാക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ സംഭവം കഴിഞ്ഞിട്ടുടനെ 3 ദിവസത്തിനുള്ളിൽ സാധനം തരണം, അല്ലെങ്കിൽ ഞാൻ ഇല്ല ഇട്ടച്ചു പോകുന്നത്. അപ്പൊ സാറും എന്നെ മനസ്സിലാക്കിയില്ലല്ലേ, വീട്ടുകാർ മാത്രമല്ല മനസ്സിലാവുന്നില്ല. അപ്പൊ ആ ഡയലോഗ് കഴിഞ്ഞിട്ട് ഉടനെ അത് വന്നപ്പോഴത്തേക്ക് അവിടെയൊക്കെ എനിക്കിങ്ങനെ റൈറ്റിംഗ് പറഞ്ഞ ആ സീൻ മൊത്തത്തിൽ കുറിച്ച് ഓക്കെ സീനാണ്. അതുപോലെ ഈ ഇഷ്ടപ്പെട്ട സാധനം ഈ ട്രെയിൻ ഇവരെല്ലാവരും ഇറങ്ങുന്ന ഒരു സിംഗിൾ ഷോട്ട് ഉണ്ട്. അത് ആക്ച്വലി അവർ ചെയ്തതാണ്. ഇവിടെ കട്ട് വീഴുന്നു വരും, പക്ഷെ അത് ആ ക്ലൈമാക്സ് ട്രെയിനിന്റെ പുറകെ ഇറങ്ങി പെണ്ണ് പറയാണോ അത് അങ്ങനെ വരുന്നത്? എല്ലാവരും കൂടെ ഇറങ്ങി ക്യാമറ പുള്ളിയുടെ പേരെന്തോരം എനിക്ക് തോന്നിയൊരു സംഭവം, ഈ ഇതിനകത്ത് ഒരു പെൺകുട്ടി മരണപ്പെട്ടിട്ട് റീന രാധാകൃഷ്ണൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഒരു എലമെന്റ് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയത്, പുള്ളിക്കാരത്തി അപകടം പറ്റിയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആ പുള്ളിക്കാരത്തിന് ഫോൺ എടുക്കുന്ന ഒരു എലമെന്റ് ഇല്ല. അതൊക്കെ ഇങ്ങനെ കൊണ്ട് നിർത്തിയിട്ട് പിന്നെ അത് കുഴപ്പമില്ല, ഒരു ക്യാരക്ടറുകളായിരുന്നു അങ്ങനെ പോയില്ലേ. അപ്പൊ എനിക്ക് ഏതോ ഒരു പോയിന്റ് തോന്നിയായിരുന്നു ഈ പുള്ളിക്കാരത്തിയെ കാണിക്കുന്നില്ലെങ്കിൽ ഇപ്പൊ ത്രൂ ഔട്ട് കൊഞ്ചാക്കൻ അന്വേഷിക്കാൻ പോകുമ്പോഴത്തേക്കും പുള്ളിക്കാരത്തി സീറ്റിനപ്പുറത്തിരിക്കും, അങ്ങനെ ഒരു എലമെന്റ് ഇല്ലേ, അതാണെന്ന് തോന്നുന്നു കുറച്ചധികം ജനറിക് ആക്കുന്നത്. അങ്ങനത്തെ എലമെന്റിനെ കാണിക്കുന്നില്ല. നമ്മൾ ആ ഒരു പുകയായിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്തൊരു ഹൈ തോന്നി. അത് നമുക്ക് ഒരു ഫേസ് ഇല്ല അതിന്, നമുക്കറിയാത്തൊരു 174 ആണ്. ആ എലമെന്റിന്റെ എക്സൈറ്റ്മെന്റ് ഈ പുള്ളിക്കാരത്തി വരുമ്പോ തൊട്ട് അത് മിസ്സാവുന്നുണ്ട്. പിന്നെ അത് പുള്ളിക്കാരത്തി കാണിക്കുന്നത് ആ സംഭവം കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്തിട്ട് ഇത് നമ്മൾ കാണുന്നില്ല. ഇത് കുഞ്ചാക്കോ ബോബൻ പറയുന്നതേ ഉള്ളൂ, എന്തായാലും ഭാര്യ അടുത്ത് പറയുക, നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല, ഒരു പാട്ടിനകത്ത് തീർക്കും. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ എലമെന്റിനെ നമ്മൾ വിഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നില്ല. എങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് എന്തോ ഒരു മിസ്റ്ററി വേറെ ലൈനിൽ അത് പ്രസന്റ് ചെയ്യുന്നു, ആ കംപ്ലീറ്റ് സെക്ഷനെ എന്നിങ്ങനെ തോന്നിയത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആ വണ്ടിയെ പോകുമ്പോഴത്തേക്കും ചുമ്മാ ആ ഷോർട്ട് രസമുണ്ട്, ഇങ്ങനെ വണ്ടിയെ പോകുമ്പോഴത്തേക്കും ഈ ഇത് കഴിയുമ്പോഴത്തേക്കും ആൾ, പക്ഷേ എനിക്ക് തോന്നുന്നു അത് ഇല്ലായിരുന്നെങ്കിൽ കുറെ കൂടെ ഒരു എന്തോ ഒരു മിസ്റ്ററി നമുക്ക് കാറിൽ പോകുന്ന സമയത്ത് ക്യാമറ ഇങ്ങനെ പയ്യെ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേ ഇതിനിപ്പുറത്തോട്ട് കാണിക്കുമ്പോൾ പുള്ളി അത് ആ ഷോട്ട് തുടങ്ങുമ്പോഴേ നമ്മൾ മനസ്സിലാവും ഇത് വരുമ്പോഴേ. കാരണം പുള്ളി ഇങ്ങനെ നോക്കുന്നു. എനിക്കൊന്ന് ഇമോഷൻ കിട്ടണമെങ്കിൽ ചിലപ്പോൾ ഒരു ഫേസ് വേണമായിരിക്കും, പക്ഷേ എനിക്കൊന്ന് മിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ബേസിക്കലി ഇമോഷൻ നമുക്ക് വർക്കാവുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവരതിലേക്ക് പോവുകയും ചെയ്തു. അത് നമുക്ക് ആ മിസ്റ്റർ എന്നുള്ളത് തന്നെ. അതെ, അപ്പൊ ഞാനതാ പറഞ്ഞത്, അത് തീരുമ്പോൾ നമുക്ക് അത്ര രസമുള്ള ഒരു 174 ഞാൻ വിചാരിച്ചത്. എന്നെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞില്ലേ, എന്റെ മനസ്സിലുണ്ടായ ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കേസിലേക്ക് പോണില്ല. അതായത് ഈ കേസ് ആ ഫയല് തുറന്ന് പഠിക്കാതെ മറ്റുള്ളവർ പറയുന്ന വേർഷൻ അയാൾ കാണുന്നത്. ഇയാൾക്ക് ഈ പെൺകുട്ടിയുടെ രൂപം പുള്ളി കാണുന്നില്ല എന്നുള്ള ലൈനിലാണെങ്കിൽ
ഇത് കുറച്ച് രസമായിരിക്കും. അതാ പറഞ്ഞ. അപ്പം നമുക്ക് പുള്ളിക്ക് അറിയാവുന്ന പുള്ളി ഈ കേസിന് ഇതിനകത്തിരിക്കുകയാണ് ഇതിനെ പറ്റിയുള്ള വിവരം. നമ്മൾ ആ പഠനത്തിന് അവസാനം വരെ ഇവരുടെ കേസ് അറിയുന്നില്ല. ഇത് കൊണ്ട് സംഭവിക്കുന്ന ഈ ക്യാരക്ടറിനുണ്ടാകുന്ന ഒരു IDB ക്യാരക്ടർ ഈ മനുഷ്യത്താഴ എലമെന്റ് ആയി താക്കോല് തുറന്ന് അതിനകത്ത് കയറുമ്പോ തൊട്ട് എന്നുള്ള സംഭവമാണ്. പക്ഷേ എനിക്ക് അവരിലേക്ക് പോകുന്ന എനിക്കറിയാം. പക്ഷേ ഈ മനുഷ്യത്താഴ് പോലും ഈ പറയുന്ന മറ്റേ KPSC എഴുതിയിരുന്ന ആ കഥ പറയുമല്ലോ, അതായത് രാമനാഥന്റെ ഈ കഥ പറയുമ്പോൾ നമ്മളെ കഥ കാണിക്കുന്നില്ല, നമുക്ക് എന്നിട്ടുണ്ടാവുന്ന ഒരു ഇമ്പാക്ട്. നമുക്കറിയാത്തൊരു രാമനാഥനും നീ കാണുന്ന രാമനാഥനല്ല ഞാൻ കാണുന്ന രാമനാഥൻ. അപ്പം എൻ്റെ ആ മ്യൂസിക് ഒക്കെ ഇട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതേ ട്രിക്ക് ഇവർ ഇതിനകത്ത് റീയൂസ് ചെയ്തിരുന്നെങ്കിൽ എനിക്കൊന്ന് കുറെ കൂടി ഇമ്പാക്ട് ആയത്. അവിടെയാണ് ഇവർ ഇത് കാണിക്കാനൊക്കെ പോയി വളരെ ജനറിക് ഒരു ആ സ്റ്റോറിയിൽ പ്രത്യേകിച്ച് വലിയ ഒന്നുമില്ല. അതെ, പിന്നെ മറ്റേ ആ ഒരു എന്താ പറയാ എന്തോ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോഴത്തേക്കും അപ്പം എനിക്ക് ആ ഏരിയ കുറച്ച് കൺഫ്യൂസിങ് ആണ്. അത് മറ്റേ ഈ വില്ലേജ് ഓഫീസിൽ ഇരിക്കുന്ന ഒരു ഫീല് തരുന്നൊരു സെക്ഷൻ ഉണ്ട്. ഇത് അതിൻ്റെ ഇതാണ്, അതിനകത്ത് ഇവർ പോക്കുവരോ നടത്തുക അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഇതൊന്നും കൊണ്ടല്ലേ നമ്മൾ ഈ പടത്തിനകത്ത് ഇന്നായത് എന്നുള്ള എലമെന്റിലേക്ക് അത് പോകും. നമ്മുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എലമെന്റ് അവിടെ നിൽക്കുകയാണ്. അതെ, വേറെ ഒരു റൂട്ടിൽ പോവാണ്. അവിടെയാണ് എനിക്കൊന്നും വല്ലാണ്ട് ഈ പടം ഫോൾട്ടർ ആവും. അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ചുകൂടെ ആ ഏരിയ ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ പോലും ഇതിലും ബെറ്റർ പടമായിരുന്നു. പിന്നെ ഇതിനകത്ത് ഫസ്റ്റ് പടമായിട്ട് പോലും പുള്ളിക്ക് 5 lakh + 1 lakh 6 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. അത് പ്രൊഡ്യൂസറിന്റെ മഹാമനസ്കതയായിരിക്കാം. അതെ, ആദ്യത്തെ സിനിമ എഴുതുന്ന റൈറ്റർക്ക് കിട്ടുന്ന എമൗണ്ട് ആണെന്ന് പറയുന്നു. അറിയില്ല, അത്രയും കിട്ടുമെങ്കിൽ നല്ല കാര്യം. മലയാള സിനിമയ്ക്ക് കുറച്ച് നല്ല തിരക്കഥകൾ. അതെ, പിന്നെ ഈ പറയുന്ന പോലെ അവസാനം ഏത് ജോൺ എടുക്കട്ടെ മറ്റെടുക്കട്ടെ പറ്റുന്നത് ത്രില്ലർ. അതെ, ത്രില്ലർ പടമായതുകൊണ്ടായിരിക്കാം. പിന്നെ അവസാനത്തെ ഒരു ഷോട്ടിൽ ഒരു ചെറിയ പോർഷൻ ഉള്ളെങ്കിൽ എനിക്ക് സൗബിന്റെ ലുക്ക് ഭയങ്കര വർക്കായിരുന്നു. ആ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് ഇലവിഴ പൂഞ്ചിറയിലെ എനിക്കൊരു അത്രയും സ്ട്രോങ് ഒരു പ്രസന്റേഷനിൽ ഒരു ലുക്കിൽ സൗബിനെ എനിക്ക് തോന്നില്ല അടുത്തും കണ്ടിട്ടുണ്ടായി. അങ്ങനെ ഒരു സംഭവം പുള്ളി ചെയ്തിരുന്നെങ്കിൽ തോന്നിയിരുന്നൊരു അത് നമ്മുടെ ഇലവിഴ പൂഞ്ചിറ നമ്മൾ പുള്ളിയെ കാണുമ്പോൾ ഒരു ഇത് ആ ഒരു ഇന്റൻസിറ്റി ഉണ്ട്. ബട്ട് എനിക്ക് പെട്ടെന്ന് പുള്ളി ഡയലോഗ് പറഞ്ഞപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് ഒരു സാധനം വരും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ ഈ പുള്ളിയെ പറ്റിയുള്ള ഒരുപാട് ട്രോളുകളുണ്ടല്ലോ, അതുകൂടെ കിടക്കുന്നുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇന്ന് നടന്മാർക്ക് അവരുടെ പ്രീവിയസ് 2 പടത്തിന്റെ ബാഗേജ് അല്ലുള്ളത്. ഇന്ന് ഒരുപാട് ബാഗേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഒരുപാട് പേര് ഒഡീസി പോപ്പ് കൾച്ചർ റെഫറൻസിൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാ ക്യാരക്ടേഴ്സിനും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ചെറിയ ഈ മീമും കാര്യങ്ങളും എല്ലാം നമ്മളിപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ചിലപ്പോൾ അത് ഓടി വരും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ആ ക്യാരക്ടറിന് ആ സീനുമായിട്ട് ചിലപ്പം ഒരല്പം ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ഒഡീസിയുടെ ഡിസ്കഷന്റെ കീഴിലൊരു വലിയ ഒരു പാരഗ്രാഫ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പുള്ളി പറഞ്ഞതാണ്, ആരാന്നറിയത്തില്ല, അയാൾ പറഞ്ഞതാണ് ഇവര് ഓരോ പ്രശ്നം ഉണ്ടാക്കി ഓടുമ്പം ശ്യാമ ഓർഡർ എനിക്ക് ഈ ദേശത്തെ വഴിയറിയത്തില്ല, ഈ സാധനമൊക്കെയാണ് അവർക്ക് മനസ്സിൽ വന്നത്. കാരണം അങ്ങനെ ഒഡീസിക്കാത്തതുകൊണ്ട് പ്ലേസ് ചെയ്യാൻ എനിക്ക് കുറച്ച് പാടാണ്. എന്നാലും അവർക്ക് ഇതൊക്കെയാണ് മനസ്സിൽ വരുന്നത്. ഓരോ പ്രശ്നം ഉണ്ടാകുന്നു ഓടുന്നു, നമ്മളാ പഴയ നമ്മുടെ മനസ്സിലാക്കുന്ന മീമും ആ ഫൺ സാധനങ്ങളെല്ലാം. അപ്പൊ അതൊക്കെ ഇപ്പൊ എഴുത്തുകാരൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല ഒന്നും. നോളൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. ഇത് കാണുമ്പോൾ സുരാജിന്റെ ഡയലോഗ് ഓർമ്മ വരും. അപ്പം എന്നിട്ട് പോലും പ്രേക്ഷകന് തോന്നുന്നെങ്കിൽ അപ്പം അതെ, അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് പേരുടെ റിവ്യൂ ഞാൻ കണ്ടത്. സൗബിനെ കണ്ടപ്പോൾ അത്ര സെറ്റായില്ല എന്ന് ഒരുപാട് പേര്. എനിക്ക് ലുക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. സൗബിന്റെ അത്രയും സീരിയസ്, ഇങ്ങനെ കുറെ പാടൊക്കെ ആയിട്ട് കുറച്ച്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചോയ്സ്? അതായത് ഇതിനു വേണ്ടി അടി ഉണ്ടാക്കി വന്ന ഒരാളാണല്ലോ. ഏത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ചാക്കോച്ചന്റെ ഫൈറ്റ് സീനിൽ ചാക്കോച്ചൻ ഒരുപാട് പരിക്കുകൾ പറ്റുന്നുണ്ട്. അതിനെ റെപ്ലിക്കേറ്റ് ചെയ്യണം. കാരണം ഇത് മൊത്തം സിനിമയാണ്. മൊത്തം എന്ന് വെച്ചാൽ ക്ലൈമാക്സ് ഫൈറ്റും ആ ചാക്കോച്ചനെ ഇവർ പിടിച്ചുകൊണ്ട് പോകുന്നു ട്രെയിലർ, അതൊക്കെ ഒരു ആ സിനിമ എടുക്കുന്ന സിനിമയുടെ ഭാഗമാണ് എന്നാണ് തമിഴ്നാട് പോലീസ് അതിന്റെ തെളിയിക്കുന്നതായിട്ട് കൊണ്ട് ഇന്ത്യക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഉന്മാദത്തെക്കുറിച്ച്. അതെ, ഉന്മാദത്തെപ്പറ്റി നമുക്ക് ഫീൽ ചെയ്ത സംഭവങ്ങളാണ്. ഒരിക്കൽ കാണാം. അതെ, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു തവണ കാണാവുന്ന സിനിമയാണ്. ബട്ട് ഇത് നിങ്ങൾ ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി ഫുൾഫിൽ ചെയ്യുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷേ സ്റ്റിൽ ഒരു വൺ ടൈം വാച്ചബിൾ പടമാണ്. അറ്റ്ലീസ്റ്റ് കുഞ്ചാക്കോന്റെ പെർഫോമൻസിന് വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്ന ആളുകൾ, ഒരു ആക്ടിങ് നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പടം കാണാവുന്നതാണ്. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയൂ അല്ലേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഇതൊക്കെ ചെയ്യാം കേട്ടോ അല്ലേ. ഇതൊക്കെ ചെയ്യാം. നിങ്ങളുടെ ഒരു ക്ലിക്ക് അല്ലേ എന്തൊക്കെ മാറ്റം ഉണ്ടാക്കും. ചാനലിൽ ഒരുപാട് ഗുണം ഉണ്ടാവില്ല, നമുക്ക് ഗുണമുണ്ടാവും. നമുക്ക് ഗുണമുണ്ടായാൽ നിങ്ങൾക്ക് ഇതുപോലെ നമ്മൾ വീഡിയോസ് വീണ്ടും ചെയ്തു തരും. അതെ, ഞങ്ങൾ പണം വരും. നോട്ട് കാശ്, പണോ ഇല്ല, അത്രയൊന്നും ഇല്ല. നമ്മൾ ഇപ്പോൾ
നമ്മുടെ ചാനലിനെ നമ്മൾ ഉയർത്തിക്കൊണ്ട് വരേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അല്ലേ. നമുക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് നമുക്ക് അത്ര അതിൻ്റെ പാതി വ്യൂ പോലും കിട്ടുന്നില്ല. അതെന്താ എനിക്ക് മനസ്സിലാകത്തില്ല. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കാണുന്നില്ല എന്നാണ് നമ്മളോട് യൂട്യൂബിൻ്റെ അൽഗോരിതം പറയുന്നത്. അതേപോലെ ചിലപ്പോൾ വാരാണസിയൊക്കെ ഈ ട്രെയിലർ റിയാക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും തെലുങ്ക്, തമിഴ് അവിടെ നിന്ന് കുറച്ച് ഓഡിയൻസ് വരും. നമ്മുടെ ഓഡിയൻസ് അവിടെ കിടക്കാം, അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ മറ്റൊരു പടത്തിൻ്റെ ഡിസ്കഷനുമായിട്ട് വീണ്ടും വരും.